നല്ല ഭാര്യ ഭർത്താവിന്റെ മാനസികമായ ഘട്ടങ്ങളെ മുഖത്ത് നിന്ന് വായിക്കുന്നവളാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടായാൽ കൃത്യമായി കണ്ടറിയുകയും അനുസൃതമായി സമീപിക്കുകയും ചെയ്യുന്നവൾ. ഭാരം പേറുന്ന മനസ്സുമായി വീട്ടിലേക്ക് വരുമ്പോൾ സാന്ത്വനമേകാൻ കഴിയുന്ന ഭാര്യയാണ് നല്ല കൂട്ടുകാരി. സന്തോഷഘട്ടങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് പങ്കുവെക്കാൻ കഴിയുന്നവൾ, വേദനയുടെ ഘട്ടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ലഘൂകരിക്കാൻ കഴിയുന്നവൾ. ഈ ഉത്തമ ഗുണങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ അഥവാ അൽ അമീനിന്റെ പ്രിയപ്പെട്ട പത്നി മുന്നോട്ട് പോകുന്നത്. ഇടയിൽ വെച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് പ്രിയപ്പെട്ട ഭർത്താവ് പറയുകയാണ്, ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മാറ്റങ്ങളില്ലാതെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകാന്തമായ എന്റെ ജീവിതത്തിന്റെ ഇടയിൽ പലപ്പോഴും മധുരമൊഴികളും സുമോഹനമായ വാഗ്ദാനങ്ങളും എനിക്ക് ലഭിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഇദാ ഖലൗതു സമിഅതു നിദാഅൻ അയ്യാ മുഹമ്മദ് യാ മുഹമ്മദ്. ഏകാന്തമായിരിക്കുന്ന സമയത്ത് ഓ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിക്കുന്ന വിളി ഞാൻ കേൾക്കുകയാണ്. മനോഹരമായൊരു പ്രകാശം എന്നെ മുഴുവനും ഉപാസിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഏതൊക്കെയോ ചില ഭാവമാറ്റങ്ങളും ഗതിമാറ്റങ്ങളും എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗുണങ്ങളുള്ള പ്രിയപ്പെട്ട പത്നി പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളിൽ നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇന്നുവരെ അറബ് ജനതയ്ക്ക് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നല്ലതല്ലാതെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ ജീവിതത്തിൽ തങ്ങളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നേ വരെ അരുതാത്തതിന്റെ ആദ്യാക്ഷരം പോലും വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ കണ്ടിട്ടില്ല. അതുകൊണ്ട് നല്ലതല്ലാത്തതൊന്നും ഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പങ്കുചേരുകയാണ്. അല്പം കൂടി കഴിയുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ജീവിതത്തിന്റെ ഗതിമാറ്റങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഖദീജ സംസാരിക്കുന്നു. ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലിനമായ അറബ് സാഹചര്യത്തിൽ നിന്ന് സ്വകാര്യതയിലേക്ക് ഏകാന്തതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മലിനമായാൽ ഏകാന്തതയാണ് മനോഹരം. എവിടേക്കിറങ്ങിയാലും അനാശാസ്യതകൾ മുഴുവനും കേൾക്കാനും കാണാനും മാത്രം ഗതികെട്ട ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. അറിയാതെ അരുതായ്മയിലേക്ക് വീഴുന്ന ഒരു കാലം. പണ്ട് തെറ്റുകളിലേക്ക് പോകേണ്ട ഒരു കാലമായിരുന്നു. ഇന്ന് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. പണ്ട് മദ്യഷാപ്പിലേക്ക് പോകണമായിരുന്നു, ഇപ്പോൾ മദ്യം കൈവെള്ളയിലേക്ക് ലഭിക്കുന്ന കാലം. പണ്ട് സിനിമ കാണാൻ ടാക്കീസിലേക്ക് നടക്കണമായിരുന്നു, ഇന്ന് കൈവെള്ളയിലേക്ക് സിനിമ കടന്നു വരുന്ന കാലം. വാഹനത്തിലും കമ്പോളത്തിലും നമ്മുടെ നിത്യോപയോഗ സ്ഥലങ്ങളിൽ മുഴുവനും അരുതാത്ത ദൃശ്യങ്ങൾ ആയിരക്കണക്കിന് ആവർത്തിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. എവിടെയോ മാറി നിൽക്കുന്ന ഒരു തെറ്റിലേക്ക് പോയി പങ്കെടുക്കാത്തതിലല്ല, പ്രതികൂലമായ സാഹചര്യത്തിന്റെ ഇടയിൽ ധർമ്മനിഷ്ഠമായ ജീവിതത്തെ നയിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ആദർശബോധമുള്ളവൻ. അനുകൂലമായ സാഹചര്യത്തിൽ നല്ലവനായി ജീവിക്കുന്നതിന് പ്രയാസമില്ല. പ്രതികൂലമായ സാഹചര്യത്തിൽ നല്ലതിനു വേണ്ടി മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഈമാൻ, അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം,
ധർമ്മനിഷ്ഠയുള്ളവൻ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം 25 വയസ്സിൽ 40കാരിയായ സഹധർമ്മിണിയോടൊപ്പം ജീവിതം ആരംഭിച്ചിട്ട് പരാതികളില്ല, അല്ലലുകളും അലട്ടലുകളുമില്ല, പ്രതിസന്ധികളും പിണക്കങ്ങളുമില്ല. അങ്ങനെ സുമോഹനമായ കുടുംബജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്ന ലോകഗുരു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഏകാന്തതയെ ഇഷ്ടപ്പെട്ട് ആരാധനാ നിമഗ്നനായി മാറുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അലോസരപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ട ഭർത്താവിന്റെ നല്ല ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവൾ നല്ല ഭാര്യയാണ്. അതുകൊണ്ട് വളരട്ടെ, സ്വകാര്യതകൾ ഭഞ്ജിക്കേണ്ടതില്ല, നല്ല നിലയിൽ മുന്നോട്ടു പോകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകാന്തവാസത്തിനു വേണ്ടി അറബ് നാട്ടിലെ പ്രകാശഗിരിയിലെ ഹിറാ ഗഹ്വന്തരത്തിലേക്ക് പ്രിയപ്പെട്ട പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്നത്. താഴ്വാരത്ത് നിന്ന് ദീർഘനേരം യാത്ര ചെയ്ത് ഉന്നതങ്ങളിലേക്ക് കയറി. പ്രത്യേകമായൊരു ഗുഹയിൽ ആരോ കൊണ്ടിരുത്തിയതുപോലെ ചെന്നിരിക്കുന്നു. ആ ഗുഹയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. അവിടെ ഇരുന്നാൽ പരിശുദ്ധമായ കഅബാലയത്തെ നേരിട്ടു കാണാം. അതിന്റെ ഉള്ളിൽ മുൻകാല പ്രവാചകന്മാർ വന്നുപോയിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നബിമാർ വന്നിരുന്നു പോയ ഒരു പ്രത്യേകമായ ഗുഹ. യാദൃച്ഛികമായി ഹിറാ ഗുഹയിലേക്ക് എത്തുകയല്ല, ആ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തതയുടെ നടുവിലാണ്. അപ്പോഴാണ് വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കെല്ലാം അറിയുന്ന ചരിത്ര മുഹൂർത്തം. പക്ഷേ ഈ റമളാൻ അതിന്റെ വാർഷികമാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി വായിക്കുന്നതിൽ ആവേശം തോന്നുന്നത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവികതയ്ക്ക് മാർഗദർശനം നൽകാൻ പ്രപഞ്ചാധികാരിയുടെ പ്രസാദമായി പുണ്യപ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് ഒരു നിവേദ്യം കണക്കെ അവതരിച്ചു ലഭിച്ച പരിശുദ്ധ ഖുർആനിന്റെ ഉദ്ഘാടനം. ഹിറാ ഗുഹയുടെ അകത്തളത്തിലിരിക്കുന്ന ലോക ഗുരുവിന്റെ സവിധത്തിലേക്ക് ആകാശം ഭൂമിയോട് ചുംബനം കൊടുക്കാൻ ഇടയിൽ നിൽക്കുന്ന നേതാവ്, നമ്മുടെ മുഴുവനും ഹൃദയത്തിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തിരുസവിധത്തിലേക്ക് വരുന്ന രംഗം വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ആദ്യമായി അള്ളാഹുവിന്റെ ഔദ്യോഗിക സന്ദേശവുമായി. അതിനു മുമ്പ് ഇസ്രാഫീൽ അലൈഹിസ്സലാം പലതവണയും ദിവ്യ സന്ദേശം ഹബീബിനു നൽകിയിട്ടുണ്ട്. സ്വപ്ന ദർശനങ്ങൾ മുഴുവനും യാഥാർത്ഥ്യം പോലെ പുലർന്നിട്ടുണ്ട്. അങ്ങനെല്ലാമാണെങ്കിലും ഔദ്യോഗികമായ ഖുർആനിക സമർപ്പണത്തിന്റെയും അവതരണത്തിന്റെയും ഉദ്ഘാടനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. നല്ല മനോഹരമായ ദൃശ്യം, സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാട്. ഹിറാ മലയിൽ അഥവാ പ്രകാശഗിരിയുടെ മുകളിലെ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന പ്രവാചകരെ വിളിക്കുകയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാനലോകത്ത് നിന്നുള്ള ആദരണീയമായ നാദം, ഇന്നല്ലാഹ യുഖ്രിഉക സലാം. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി അടങ്ങുന്ന മനോഹരമായ സന്ദേശം അഥവാ അഭിവാദനം ലഭിച്ചിരിക്കുന്നു. വയഖൂലു ലക്, ലോകാധികാരിയായ അല്ലാഹു തആല തങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അൻത റസൂലി ഇലൽ ജിന്നി വൽ ഇൻസ് ഫദ്ഉഹും ഇലാ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വാനലോകത്ത് നിന്നുള്ള ദിവ്യനാദം മുഴങ്ങുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്തുള്ള മനുഷ്യഭൂതവർഗത്തിലേക്ക് പ്രവാചകരായി നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. അവരെ മുഴുവനും വിളിക്കേണ്ടത് ആഢ്യത്വത്തിന്റെ നടുവിൽ അടിമകളായി ജീവിക്കുന്ന പാവങ്ങൾക്ക് സമാധാനത്തിന്റെ മണിമന്ത്രമുയരുകയാണ്. ലോകത്തുള്ള മുഴുവൻ അധീശത്വങ്ങളെയും മാറ്റിയെഴുതുവാനുള്ള സമവാക്യം ഔദ്യോഗികമായി പ്രകാശഗിരിയുടെ മുകളിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. താൽക്കാലികമായ ദാസ്യവേലയ്ക്ക് പിന്നിൽ മനുഷ്യത്വത്തെ പണയം വെക്കുകയും
വ്യക്തിത്വം ഹോമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മസ്തിഷ്കമുള്ള മനുഷ്യരെ വിളിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൃഷ്ടിജാലത്തിന്റെ മുമ്പിൽ വിനീത വിധേയരായി ആരാധന നടത്തേണ്ടവരല്ല. മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കണമെന്ന പവിത്രമായ യാഥാർത്ഥ്യത്തിലേക്ക് മാനവികതയെ വിളിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണ്. ഇതിലേക്ക് ജനങ്ങളെ മുഴുവനും വിളിക്കണം പ്രവാചകരെ. ثم ضرب برجله الارض. എന്നിട്ട് ദിവ്യ സന്ദേശവുമായി വന്ന മലക്ക് കാലുകൊണ്ട് ഭൂമിയിൽ ഒന്ന് നന്നായി അമർത്തി. فنبعت عين ماء. അപ്പോഴേക്ക് അവിടെ നിന്ന് അരുവി പൊട്ടിയൊലിക്കാൻ തുടങ്ങി. فتوضأ منها جبريل عليه السلام. ആ അരുവിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് സ്നാനം നടത്തി വുളൂ ചെയ്തു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജലത്തിലേക്ക് വുളൂ ചെയ്യുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിയുരിയഹു കൈഫിയത തുഹൂരി ലിസ്സലാ. എങ്ങനെയാണ് നിസ്കരിക്കാൻ വുളൂ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ثم امره ان يتوضا كما رآه يتوضا. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാക്ടിക്കലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്യുകയാണ്. ثم قام جبريل يصلي مستقبلا الكعبة. കഅബാലയത്തെ അഭിമുഖമായി ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ചു. وامره ان يصلي معه. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 2 റക്അത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. فصلى ركعتين. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ثم عرج الى السماء. പിന്നെ ആകാശ ലോകത്തേക്ക് തന്നെ വന്ന മലക്ക് മടങ്ങിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പവിത്രമായ ഖുർആനിന്റെ വിശുദ്ധ വചനങ്ങളെ അനുഗ്രഹീതമായ റമളാനിന്റെ ഇരപകലുകളിൽ സന്നിവേശിപ്പിച്ചു കൊടുക്കുവാനുള്ള ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. വിശാലമായി രംഗം വിശദീകരിക്കേണ്ടതില്ല. സാധാരണഗതിയിൽ നമ്മുടെ പരാമർശങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് വിസ്തൃതമായി ഞാൻ കടക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒരുപാട് ഉടമകളെയും ദൈവങ്ങളെയും സങ്കല്പിക്കുന്ന ഈ തലമുറയുടെ മുമ്പിൽ ആധുനിക ലോകവും മാറിപ്പോയിട്ടില്ല. പഴയകാല ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് മാറി ആധുനാധുനിക ശാസ്ത്രീയ വിശ്വാസികളായി മാറിയെന്നല്ലാതെ ഇന്നും ബഹുദൈവ വിശ്വാസത്തിന്റെ പിന്മുറക്കാർ ദൈവനിഷേധികളായി പുതിയ ഭാവത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിലേക്ക് കടന്നുപോയാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. പണ്ട് ബഹുദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആറ്റത്തെയും അല്ലെങ്കിൽ അവരവരുടെ ഭാഷയിൽ വിളിക്കുന്ന സൂക്ഷ്മ വസ്തുക്കളെയാണ് ദൈവവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായ ചില കണങ്ങൾ യാന്ത്രികമായി കൂടിച്ചേർന്നപ്പോഴാണ് ഈ പ്രപഞ്ചമുണ്ടായതെന്ന് പറയാൻ ആധുനിക ശാസ്ത്രജ്ഞന്മാര് തയ്യാറാവുകയാണ്. എന്നാൽ ഇവരെ മുഴുവനും വിളിക്കുന്നു മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അസാംസ്കാരികതയുടെ നടുവിൽ കിടന്ന് സംസ്കാരത്തെ മുഴുവനും ചോദ്യം ചെയ്യുന്ന ഒരു ജനതയെ വായിക്കുക എന്ന മഹനീയമായ പ്രഖ്യാപനത്തോടെ വിളിക്കുകയാണ് ഇഖ്റ. അക്ഷരത്തിന് പ്രാധാന്യമില്ലാത്തൊരു തലമുറയെ മാത്രമല്ല, അരുതായ്മകളുടെ ആഴിയിൽ കിടന്ന് മാനവികതയുടെ മൂല്യം ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് വായനയുടെ സംസ്കാരവുമായി കടന്നു വന്ന ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ വായിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ വായിക്കുക എന്ന് സ്പെസിഫൈ ചെയ്യുന്നിടത്ത് ഈ കാലഘട്ടത്തിൽ ചിലത് അറിയാനുണ്ട്. ഇന്ന് വിജ്ഞാനമില്ലാത്തവരല്ല തെറ്റുകളിലേക്ക് പോകുന്നത്. നമ്മുടെ സമീപകാലത്തെ പത്രങ്ങളിലൂടെ നാം വായിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ
അതിന്റെയൊക്കെ പിന്നിലുള്ള കുറ്റവാളികൾ ഒന്നുകിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയവർ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമുള്ളവർ, അല്ലെങ്കിൽ ഉന്നത തലത്തിൽ വിദ്യാഭ്യാസം നേടിയവർ. യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം യഥാർത്ഥത്തിൽ അക്ഷരാഭ്യാസമില്ലായ്മയുടെ ദാരിദ്ര്യമല്ല. യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം എന്തെങ്കിലും സാങ്കേതിക വിജ്ഞാനത്തിന്റെ അഭാവമല്ല. വായിക്കേണ്ടതിന്റെ സംസ്കാരം തിരിച്ചറിയാത്തതിന്റെ വേദന. എങ്ങനെയാണ് പ്രപഞ്ചത്തെ വായിക്കേണ്ടത്, എങ്ങനെയാണ് സംസ്കാരത്തെ വായിക്കേണ്ടത്, അത് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫിഹി الدهر والآيات والصحف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയുടെ അകത്തളത്തിൽ ഇരിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് മാ അന ബിഖാരിൻ, ഞാൻ ഔദ്യോഗികമായി വിജ്ഞാനം പഠിച്ചിട്ട് വായിക്കാൻ പാകപ്പെട്ടയാളല്ല, സാമ്പ്രദായികമായ വിജ്ഞാനത്തിലൂടെ വായിക്കാൻ പഠിച്ചയാളല്ല. മാ അന ബിഖാരിൻ, ഞാനൊരു ഗുരുവിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നയാളല്ല, ഞാനൊരു അധ്യാപകന്റെ മുമ്പിൽ ഇരുന്ന് എഴുതി പഠിച്ചയാളല്ല. എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? ഇതുവരെയും ഞാൻ അങ്ങനെ അഭ്യാസത്തിന് പോയി പഠിച്ചതല്ല. അല്ലാഹുവിൽ നിന്നുള്ള വായനയെ നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. മാ അന ബിഖാരിൻ, മാ അന ബിഖാരിൻ. ഓ പുണ്യ നബിയെ, സാമ്പ്രദായിക വിജ്ഞാനമല്ല തങ്ങൾ വായിക്കേണ്ടത്. തങ്ങൾ ഒരു ഗുരുവിന്റെ മുമ്പിൽ ഇരുന്നിട്ടില്ലെന്നറിയാം, ഒരു അധ്യാപകന്റെ അടുക്കലേക്ക് പോയിട്ടില്ലെന്നറിയാം. ആ പരിവർത്തിതമായ വിജ്ഞാനത്തിലേക്ക് വരാനല്ല വിളിക്കുന്നത്. ഈ സന്ദേശം ലോകാധികാരിയുടെ കൽപ്പനയാണ്. തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് മാനവികതയ്ക്കു ലഭിക്കേണ്ടത് ഇലാഹി വാണിയിലെ ദിവ്യ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് ആ ദിവ്യമായ വായനയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കട്ടെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. കേവലമായ അക്ഷരക്കൂട്ടങ്ങളെ ചേർത്ത് വായിക്കാനുള്ള വായനയല്ല. എത്ര വിശാലമായ ദാർശനിക ആത്മാവിനെയാണ് ഈ പ്രയോഗം ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഈ സദസ്സിൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഓ പുണ്യ നബിയേ, ഒട്ടകത്തിന്റെ ചാട്ടവും മധ്യമദാലസവൃത്തികളുടെ രൂപവും കവിതയാക്കുന്ന സാഹിരീയ കാവ്യ കോകിലങ്ങളുള്ള രാജ്യമാണിത്. ആ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനുള്ള വായനയല്ല. മാ അന ബിഖാരിൻ, ആ വായന പഠിച്ചയാളല്ല ഞാൻ. ഇഖ്റ, തങ്ങളെ വായിക്കേണ്ടത് ആ വായനയല്ല. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ലോകത്തിന്റെ മുഴുവനും അധികാരിയുടെ നാമത്തിലാണ് വായിക്കേണ്ടത്. പുതിയൊരു സംസ്കാരത്തിന്റെ സംസ്ഥാപനത്തിനുള്ള വായനയാണിത്. ലോകമാകമാനമുള്ള ജനതതികളെ മുഴുവനും മാറ്റത്തിന്റെ മലർവനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വായനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ മുഴുവനും സിക്താണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ലോട്ടിൽ നിന്ന് പടച്ച അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കണേ നബിയേ. ഞാൻ അങ്ങോട്ട് തൽക്കാലം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സൈഗോട്ട് എന്നായിരിക്കണം അലഖിന് ഇംഗ്ലീഷിൽ പറയേണ്ടത്. അതിന്റെ നാഥനായ അല്ലാഹു മനുഷ്യനെ ആ വിധത്തിൽ രൂപപ്പെടുത്തിയ മനുഷ്യന്റെ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ വായിക്കണേ നബിയേ. ഇതൊരു പരിവർത്തനത്തിന്റെ ഘട്ടമാണ്. ആ ഭൗമികമായ ചില സ്വഭാവത്തിൽ നിന്ന് ആകാശാരോഹണത്തിലേക്ക് ആത്മാവും ശരീരവും പാകപ്പെടുകയാണ്. ഇതിനെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു മാറ്റത്തിന്റെ പനി, ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിവർത്തനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവപ്പെടുകയാണ്. മലമുകളിൽ നിന്ന് ഫീ കഫിഹി ദഹ്റു വൽ ആയാതു വസ്സുഹുഫു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവെള്ളയിലേക്ക് കാലത്തെ മാറ്റി എഴുതാനുള്ള വിശുദ്ധ വചനത്തിന്റെ മഹിത പ്രഖ്യാപനമാണ് മണിപ്രവാളമായി വന്നിട്ടുള്ളത്. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് വരികയാണ്. സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ. ആനന്ദാശ്രുക്കൾ പൊഴിക്കേണ്ട സുന്ദര സുമോഹന മുഹൂർത്തത്തിൽ തോഴിയെ വിളിക്കും പോലെ അല്പം ഒരു പ്രൗഢമായ മുഹൂർത്തത്തിൽ സാന്ത്വനമേകാൻ വിളിക്കാൻ പറ്റുന്ന പത്നിയാണ് ഖദീജ. വേദനയിൽ സമാധാനം നൽകാൻ പറ്റുന്ന പത്നിയാണ് ഖദീജ. പെങ്ങളെ, വായിക്കേണ്ടത് ഇവിടെ ചരിത്രം അങ്ങനെയാണ്. വേദന അനുഭവിക്കുന്ന ഭർത്താവിന് തണൽ നൽകാൻ പറ്റുന്ന ഭാര്യയെ പോലെ വിഷമഘട്ടത്തിൽ വന്നിരുന്ന് സാന്ത്വനിക്കാൻ പറ്റുന്ന ഭാര്യയാണ്. വരുന്നു ഇലാ ഹളറത്തി ഖദീജത്തുൽ കുബറാ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, ഓ ഖദീജ, നീണ്ടകാലത്തെ ഏകാന്തവാസത്തിനിടയിൽ നിന്ന് ഇന്ന് വിശേഷപ്പെട്ട ഒരു ആഭിമുഖ്യം കഴിഞ്ഞിട്ട് വരികയാണ്. എന്താണ്? ദിവ്യലോകത്ത് നിന്നൊരു പ്രകാശ ശകലത്തിന്റെ നടുവിലൂടെ ഒരു വിശിഷ്ടാതിഥി വന്നിട്ട് എന്നെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, ഇഖ്റ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ വിശുദ്ധ വചനങ്ങൾ ഏറ്റുവാങ്ങി. സ്നേഹസമ്പൂർണയായ കൂട്ടുകാരി ഖദീജത്തുൽ കുബറാ റളിയല്ലാഹു അൻഹ സാന്ത്വനിപ്പിച്ച് സമാധാനപ്പെടുത്തി കിടത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ നബിയേ. തെറ്റായതൊന്നും തങ്ങൾക്ക് വരാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇന്നലകളുടെ ജീവിതത്തിൽ നിന്ന് അരുതായ്മയുടെ ശകലം പോലും കാണാത്ത വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാണ് നിങ്ങൾ. അതുകൊണ്ട് തെറ്റൊന്നും വരാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശിഷ്ട ഗുണങ്ങളെ എണ്ണി പറയുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ പാവപ്പെട്ടവർക്ക് അത്താണിയാണ്. ലാ വല്ലാഹി ലാ യുഖ്ദീകല്ലാഹു അബദാ. ഒരിക്കലും അല്ലാഹു നിങ്ങളെ വെറുതെ ആക്കുകയില്ല, പരാജയപ്പെടുത്തുകയില്ല. ഇന്നക ലതസിലുർ റഹിമ. നിങ്ങൾ കുടുംബങ്ങളെ, ചാർച്ചകളെ ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. ഇല്ലാത്തവർക്ക് നല്ലത് നൽകുന്നവർ, അതുപോലെ ആവശ്യമുള്ളിടത്ത് സഹായം നൽകുന്നവർ, ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് സമാധാനം നൽകുന്നവർ. അതുകൊണ്ട് നല്ലതല്ലാതെ വരികയില്ല പ്രിയരേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോഴാണ് ഖദീജയ്ക്ക് സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും അരുതാത്തത് വന്ന് ഭവിച്ചോ എന്ന്. എന്നാൽ ഇത് ഔദ്യോഗികമായ ഒരു അംഗീകാരം വേണം. അതിനാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദപണ്ഡിതൻ, അമ്മാവനായ വേദപണ്ഡിതന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തങ്ങളുടെ വിവാഹത്തിന്റെ മുഹൂർത്തങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ കൃത്യമായ ചില കണക്കുകൂട്ടലാണ്. അന്ന് കൂടെയുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ ഹബീബിനെ സാന്ത്വനം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പക്വമതിയായ ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് സാന്ത്വനമേകേണ്ട ഒരു കൂട്ടുകാരിയാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആല നൽകിയത് പ്രായമേറിയ ഖദീജയാണ്. ആരോ യൂറോപ്യന്മാരുടെ അബദ്ധ പേനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹങ്ങളെ മലിനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം. അറബ് ജനതയിലെ ഏറ്റവും സുന്ദരൻ, സമ്മതൻ, സത്യവാൻ, നീതിമാൻ, ന്യായാധിപൻ, ആർക്കും അഭിപ്രായാന്തരമില്ലാത്ത വ്യക്തിപ്രഭാവം, വിവാഹത്തിന്റെ തുടിക്കുന്ന വയസ്സിൽ 40കാരിയെ വീട്ടിലേക്ക് കൂട്ടിയത് ഒരു ലൈംഗിക ദാഹശമനത്തിനു വേണ്ടിയായിരുന്നില്ല, ഇലാഹി സന്ദേശത്തിന്റെ കൃത്യമായ വിക്ഷേപണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്ന പ്രിയപ്പെട്ട ഭർത്താവ് പ്രായം കുറഞ്ഞയാളാണ്. ഒരു മാതാവിന്റെ ലാളനയോടെ സാന്ത്വനിപ്പിക്കാനും കൃത്യമായ ശിക്ഷണം നൽകാനും കൂട്ടിക്കൊണ്ടു പോവുകയാണ് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക്.
പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ച രംഗവും പറയുന്നുണ്ട്. അല്ല, ഇസ്ലാമിക ദഅവത്തിന്റെ വ്യാപനത്തിന് മുമ്പ് മരണപ്പെട്ടു പോയെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ശരി, വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇഞ്ചീൽ അറിയുന്ന, വേദമറിയുന്നയാളാണ്. വകാന ശൈഖൻ കബീറൻ ഖദ് അമിയ, അന്ധതയിലേക്ക് എത്തിയ പ്രായമേറിയ മനുഷ്യനാണ്. അടുത്തു ചെന്നിട്ട് പറയുന്നു, യബ്ന അം ഇസ്മഇ മിൻ ഇബ്നി അഖീക, അല്ലയോ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വർത്തമാനമൊന്ന് കേൾക്കണേ. അപ്പോഴാണ് ഹബീബേ ഖുദാ വറൂഹി ഫിദാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, കഥനം നടത്തുകയാണ്. സ്വകാര്യതയിൽ നിന്ന്, സ്വപ്ന ദർശനത്തിൽ നിന്ന്, പ്രകാശഗിരിയുടെ മുകളിലുള്ള ഹിറാ ഗുഹയുടെ ഉള്ളിലെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, ഹാദൻ നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസാ, ഭയക്കേണ്ടതില്ല, കഴിഞ്ഞകാല പ്രവാചകന്മാർക്ക് ദിവ്യദൂതുമായെത്തിയ ജിബ്രീൽ എന്ന മലക്കാണ്, മാലാഖയാണ്. മാലാഖ എന്ന പ്രയോഗം എങ്ങനെ ശരിയാകുമെന്ന് എനിക്കറിയില്ല. മലയാള ഡിക്ഷണറികളിൽ മുഴുവനും നല്ല വെളുത്ത സുന്ദരി എന്നർത്ഥം കൊടുത്തുപോയെങ്കിൽ അത് ക്രൈസ്തവ ദർശനത്തിലെ മാലാഖയാണ്. അതുകൊണ്ട് നമുക്ക് വരാം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോളെ ഭയക്കേണ്ടതില്ല, ഇത് നല്ലതിന്റെ സൂചനയാണ്. കാലം മുഴുവൻ ഈ പുണ്യപുരുഷന്റെ കാൽ കീഴിൽ വരാനുള്ളതാണ്. ലോകത്തിന്റെ അധികാര സിംഹാസനങ്ങൾ മുഴുവനും ഈ പെരുവിരലിന് കീഴിൽ ഞെരിഞ്ഞമരേണ്ടതാണ്. യുഗത്തെ മാറ്റി എഴുതേണ്ട യുഗപ്രഭാവനാണിത്. കാലത്തെ മാറ്റി എഴുതേണ്ട ലോകഗുരുവാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യങ്ങൾ എണ്ണി പറയുമ്പോൾ ഖദീജ ശരിവെക്കുകയാണ്. കാരണം നേരത്തെ നനച്ചതിന്റെ സമ്മതമാണ് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നത്. അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. അല്പം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ പ്രിയപ്പെട്ട ഭർത്താവ് വരികയാണ്. ദസ്റൂനി യാ ഖദീജ, ഓ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണേ. വീണ്ടും ഞാൻ ആ മാലാഖയെ, മലക്കിനെ, വാനലോകത്തെ സന്ദേശ ദൂതനെ കണ്ടിരിക്കുകയാണ്. അപ്പോഴും ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ സാന്ത്വനമേകിയിട്ട് പിന്നീട് ഹബീബ് പറയുകയാണ്, മോളെ ഖദീജ, പ്രിയപ്പെട്ട വല്ലഭേ, എനിക്കിപ്പോഴും താഴെ ഇരുന്നിട്ട് സമാധാനം വരുന്നില്ല. എനിക്ക് മേലേക്ക് തന്നെ പോകണം. എനിക്ക് വാനലോകത്ത് നിന്ന് തന്നെ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേലേക്ക് കയറണം മോളെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ, എന്റെ സദസ്സേ ക്ഷമിക്കണം, വഹിയിന്റെ രീതി പറയാൻ ഈ വിഷയ പരമ്പരയിൽ സമയമില്ല. അതൊക്കെ പ്രിയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രപഞ്ചം എന്ന സീരീസിൽ അതിന്റെ ചില പ്രാഥമിക പാഠങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് കടക്കാൻ സാവധാനമില്ല. എങ്ങനെയാണ് വഹിയിന്റെ വിഭാഗങ്ങൾ, അല്ലാഹു തആല മനുഷ്യനിലേക്ക് വഹി നൽകുന്ന രീതികൾ അതേതൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് ഏതൊക്കെയാണ്, അതെല്ലാം നമ്മുടെ ഈ വിഷയത്തിന്റെ ഭാഗത്തേക്ക് കടക്കാൻ സമയമില്ല. നമുക്ക് പോകാം. ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിൽക്കുമ്പോഴാണ് വീണ്ടും വരുന്നു, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ചെറിയ ചെറിയ പീസ്, ചെറിയ ചെറിയ ശകലങ്ങൾ. ഇതിന് വലിയൊരാത്മാവുണ്ട്. രോഗശയ്യയിൽ കിടക്കുന്ന ആളോട് പോയിട്ട് നീണ്ട സെന്റൻസിലുള്ള കൊട്ടേഷനല്ല വേണ്ടത്. എന്താ മോനെ, സുഖമില്ലേ, എഴുന്നേൽക്കുന്നില്ലേ, മരുന്ന് കഴിക്കേണ്ടതില്ലേ, നമുക്ക് പോകേണ്ടതില്ലേ?
എന്ന് നമ്മൾ സാന്ത്വന വചനം പറയും പോലെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു വിളിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസിർ, എന്തേ പുതച്ചു കിടക്കുകയാണോ? ഖും ഫഅൻസിർ, എഴുന്നേൽക്കുകയല്ലേ, പ്രവർത്തിക്കാൻ സമയമായില്ലേ? അങ്ങനെ ചെറിയ സാന്ത്വനത്തിന്റെ വാചകങ്ങളാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ ആ ആയത്തിന്റെ നീളത്തിനൊരാത്മാവുണ്ട്. അത് ഹബീബിനോടുള്ള ഇലാഹി പ്രണയത്തിന്റെ സൂചകങ്ങളാണ്. ഇപ്പോഴെന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കടക്കുകയല്ല. നമ്മുടെ മുഴുവനും ഹൃദയത്തിലെ രാജാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിറാ ഗുഹയുടെ ഉള്ളിൽ എത്രയോ നേരം കയറി പോകേണ്ട പ്രകാശഗിരിയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഭർത്താവ് രാവിലെ പോയതാ, എവിടെ എത്തിയിട്ടുണ്ടാകും? ഇത് സാധാരണ ഭർത്താവല്ല, നബിയു ഹാദിഹിൽ ഉമ്മ എന്ന് പാതിരിമാര് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മെമ്മറിയിലേക്ക് കടന്നു വരുന്നത് ഇന്നലത്തെ വർത്തമാനങ്ങളാണ്. പണ്ട് കഅബാലയത്തിന്റെ മുറ്റത്ത് പോയപ്പോ ജൂത പാതിരിയുടെ വൃത്താന്തം, പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം കച്ചവടത്തിന് സിറിയയിലേക്ക് പോയപ്പോ അറിഞ്ഞ വിശേഷങ്ങൾ, അതെല്ലാം തേട്ടി ഉള്ളിലേക്ക് വരുമ്പോ എവിടെയാണ് എന്റെ പ്രിയതമൻ ഇരിക്കുന്നത്? വേണ്ട സേവനം ചെയ്തു കൊടുക്കാൻ മക്കയിലേക്ക് പോയി ഹജ്ജിന്റെയോ അല്ലാത്തതോ വേളകളിൽ പ്രകാശഗിരിയാകുന്ന ജബലുന്നൂറിൽ കയറിയ ഹാജിമാരില്ലേ? മാനം മുട്ട ചുംബനം കൊടുത്തു നിൽക്കുന്ന മലമുകളിലേക്ക് ഒരു കയ്യിൽ പാത്രവും അതുപോലെ അതിൽ ഭക്ഷണവും പാനീയവും എടുത്തുകൊണ്ട് പോവുകയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഖദീജ റളിയല്ലാഹു അൻഹ മല കയറി അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവര് സ്വകാര്യ സംഭാഷണത്തിലാണ്. മഹ്ബത്തുൽ വഹി, വഹി ലാൻഡ് ചെയ്ത സ്ഥലം, അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് താഴെ നിന്ന് ചെറിയൊരു കാലനക്കം കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജതു ഖദ് അതത്. ഓ നബിയേ, ഖദീജ വരുന്നുണ്ട്, പ്രിയപ്പെട്ട പത്നി വരുന്നുണ്ട്. മഅഹാ ഇനാഉം ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ് ഫൈദാ ഹിയ അതതക ഫഖറ അലൈഹാ അസ്സലാം മിൻ റബ്ബിഹാ വമിന്നീ. ഓ പ്രിയപ്പെട്ട നബിയേ, തങ്ങൾക്കുള്ള ഭക്ഷണപാനീയങ്ങളും എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വല്ലഭ ഖദീജ വരുന്നുണ്ട്. ആരാ പറയുന്നത്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ എത്തിയാൽ ഒരു സലാം അല്ലാഹുവിൽ നിന്ന് പറയണം, ഒരു സലാം എന്റേതായി പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്. ആ പ്രിയപ്പെട്ട പത്നിക്ക് മല കയറി പാനീയവും അന്നപാനീയങ്ങളുമായി വന്ന ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മനോഹരമായ സ്വർഗീയ വീടുണ്ടെന്ന് പറയണേ നബിയേ. ആരോടാണ്? ലോകഗുരുവിന്റെ പ്രിയപത്നിയോട് സുവിശേഷമാണ്. ദിക്റാകി ദിക്റൽ ഹഖ് യബ്ദഉ ഖത്വഉ ഫിൽ അർളി യുംലി ബിർരിസാലതി ലാ യലീൻ അൻതില്ലതി സ്വദ്ദഖതി അഹ്മദ ബിൽ ഹുദാ ഫഗദൗതി ബിൽ ഈമാനി ഉലൽ മുസ്ലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഭക്ഷണപാത്രവുമായി കടന്നു വരുമ്പോ ഹബീബ് സുസ്മേര വദനരായി നിൽക്കുകയാണ്. നിന്നിട്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾ ഭക്ഷണവുമായി കയറി വരുന്ന വിവരം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. അല്ലാഹുവിൽ നിന്നുള്ള സലാമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാമുണ്ട്. ഈ സലാം അങ്ങ് പറയുമ്പോ ഖദീജ ബീവിയുടെ മറുപടി ചരിത്രത്തിൽ നിന്ന് വായിക്കണം.
പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ വായിക്കുന്നത് ഇന്നലെ മരിച്ചുപോയ ഒരാളുടെ കഥയല്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കായുടെ ചേരി പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന പ്രകാശഗിരിയുടെ മുകളിൽ ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞ അടക്കമാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. അതാണ് കൃത്യമായി ഇവിടെ വായിക്കാൻ പോകുന്നത്. എത്ര സുതാര്യമായ ചരിത്ര സൂക്ഷിപ്പ്! ഇതുപോലെ ചരിത്രം പറയാൻ ലോകത്തൊരു നേതാവിനും കഴിയില്ല. ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട ചരിത്രം ലോകത്തൊരാൾക്കും എടുക്കാനില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഭർത്താവ് പ്രിയപ്പെട്ട പത്നിയോട് പറയുകയാണ്, മോളെ, അല്ലാഹുവിന്റെ സലാം, ജിബ്രീൽ അൽ അമീന്റെ സലാം പറഞ്ഞിട്ടുണ്ട് മോളെ. ബുദ്ധിമതിയായ, വിവരസ്ഥയായ, കാര്യബോധമുള്ള, സേവനമനസ്കയായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നല്ലാഹ ഹുവസ്സലാം. അല്ലാഹുക്ക് സലാം അടക്കാൻ പറ്റൂലല്ലോ. അവൻ ഹുവസ്സലാം, അവൻ തന്നെ സലാമാണ്. വഅലാ ജിബ്രീൽ അസ്സലാം. എനിക്ക് സലാം പറഞ്ഞ ജിബ്രീലിന് എന്റെ പ്രത്യഭിവാദ്യം സലാം. അടുത്ത വാചകം കേട്ടോ, വഅലൈക യാ റസൂലല്ലാഹി അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക യാ റസൂലല്ലാഹ്, അല്ലയോ തങ്ങൾക്കും എന്റെ സലാം. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. തങ്ങൾക്ക് സലാം മാത്രം പോരാ, വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കടാക്ഷവും എല്ലാം തങ്ങൾക്കുണ്ടാകട്ടെ നബിയേ. ഒഴുക്കി സാഗരൻ ഒഴുക്കി ജൽവാൻ ഒഴുക്കി ജൽഖാജ, പ്രകാശം കൊണ്ട് ലോകമാകമാനം ഹിദായത്തിന്റെ മഹിത വഴിയിലേക്ക് മാടി വിളിച്ച ലോക ഗുരുവിന് എന്റെ അഭിവാദ്യങ്ങൾ. മാനത്തോട് ചുംബനം കൊടുക്കുന്ന പ്രകാശഗിരിയുടെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് പ്രിയതമനോട് പറയുന്ന പ്രത്യഭിവാദ്യം. പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സൊന്ന് മക്കയിലേക്ക് വരട്ടെ. അവിടുത്തെ പ്രകാശഗിരിയുടെ താഴ്വാരത്തിൽ ഒന്ന് തട്ടി നിൽക്കട്ടെ. അല്പമൊന്ന് നിന്നിട്ട് മേലോട്ട് പോയാൽ അവിടെ ഇരിക്കുന്ന ലോക നേതാവെന്ന് മനസ്സിൽ വരട്ടെ. സേവകിയായി നിൽക്കുന്ന പ്രിയപ്പെട്ട പത്നിയുടെ മറുപടിയാണ്, കാരണം സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന സന്തോഷ വാർത്ത അറിഞ്ഞല്ലോ. മുള കൊണ്ടുള്ള നല്ലൊരു വീടാണ് അവിടെയുള്ളതെന്ന് പറയുമ്പോ പിന്നീട് പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്. കാലങ്ങൾ കടന്നു പോയപ്പോ പൊന്നുമോള് പ്രിയപ്പെട്ട ഉപ്പാനോട് ചോദിക്കുകയാണ്, വാപ്പാ, എന്റെ ഉമ്മ, തങ്ങളുടെ ഭർത്താവ് ഖദീജ ഉമ്മ എവിടെയാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോളെ, വിഷമിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട മോളുടെ ഉമ്മ, ഐന ഉമ്മി ഖദീജ, എന്റെ ഉമ്മ എവിടെയാണ്? ഖദീജ എന്നവരെവിടെയാണ് നബിയേ? ഖാല ഫീ ബൈത്തിൻ മിൻ ഖസബ്, മുള കൊണ്ടുള്ള നല്ലൊരു വീട്ടിലാണ്. അമിൻ ഹാദൽ ഖസബ്, അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ഈ കാണുന്ന മുളയാണോ? അല്ല. ലാ മിനൽ ഖസബിൽ മൻദൂമി ബിദ്ദുർരി വൽലുഅ്ലുഇ വൽയഖൂത്, രത്നങ്ങളാലും മരതകങ്ങളാലും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഉൽപ്പന്നം കൊണ്ട് തയ്യാറാക്കിയ കൊട്ടാരത്തിലെ രാജ്ഞിയാണ് മോളെ നിന്റെ ഉമ്മ. അവിടെയാണ് എന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. ആനുകാലികതയുടെ പുതിയ സ്വപ്നങ്ങളുടെ നടുവിൽ ജീവിതം ഹോമിക്കുന്ന എന്റെ പെങ്ങളെ, അപ്പുറത്തിരുന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ഹൃദയത്തിന്റെ ഭാഷയിലൊന്ന് ചോദിക്കട്ടെ, നിനക്ക് പോകേണ്ടത് ഖദീജ ബീവിയുടെ സ്വർഗത്തിലെ ഭവനത്തിന്റെ താഴ്വാരത്താണോ? അതല്ല സ്ക്രീനിൽ മിന്നിമറയുന്ന ഏതോ താരത്തിന്റെ ചാരത്താണോ നിനക്ക് പോകേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള മാസമാണ്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാനിന്റെ പാതിരാവിലിരുന്ന് ലോകാധികാരിയോട് സ്വർഗം ചോദിക്കേണ്ട രാത്രികളാണ്.
ഇവിടുന്ന് തീരുമാനിക്കണം എനിക്ക് വേണ്ടത് ആരുടെ സാന്നിധ്യമാണ്. ഹിയ ജന്നത്തുൻ ത്വാബതു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഹിയ ജന്നത്തുൻ അത് സ്വർഗമാണ്, ത്വാബത്ത് അത് ശോഭനമാണ്, വത്വാബ നഈമുഹാ അതിലെ അനുഗ്രഹങ്ങളെല്ലാം ശോഭനമാണ്, സുമോഹനമാണ്. ഹിയ ജന്നത്തുൻ ത്വാബതു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഇവിടത്തേതെല്ലാം നാളെ നശിച്ചു പോകും. അള്ളാഹുവിന്റെ വീട്ടിൽ അതൊന്നും നശിക്കാനില്ല മോളെ. അതുകൊണ്ട് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണോ ലോകത്തെ സ്വർഗമാണോ? ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണം എവിടെ എത്തി? ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അതിവേഗതയിൽ പുരുഷനോട് മത്സരിച്ച് വാഹനം പായിച്ച് കോഴിക്കോട് നഗരത്തിലൂടെ അല്പം ഗർവോടെ പോകുന്ന പെങ്ങളെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിന്റെ മാതൃകയാരാണ്? മദീനയിലെ രാജാവിന്റെ പുണ്യപതിയായ പ്രിയപ്പെട്ട പത്നിയാണോ? അതെല്ലാം നിന്റെ മുമ്പിൽ വീട്ടിലെ പെട്ടിയിൽ തെളിഞ്ഞ സീരിയലിലെ അർദ്ധനഗ്നയായ പെണ്ണാണോ? നിന്റെ മാതൃകയാരാണ് മോളെ? വാപ്പാ, നിങ്ങൾക്കൊന്ന് തെറ്റിപ്പോയി. നിങ്ങളുടെ മകളുടെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്ത ഛായാചിത്രങ്ങൾ ആധുനിക ലോകത്തെ കേവലം ആക്ടേഴ്സുകൾ മാത്രമായി പോയപ്പോ നിങ്ങളുടെ മകൾക്ക് സങ്കല്പിക്കാൻ ചില നടികളെ ഉള്ളൂ. മായ്ച്ചു കളയണം. ആ നടികളും ജാടകളും അഭിനയങ്ങളും മായ്ച്ചു കളഞ്ഞിട്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിന്റെ മഹനീയ ചിത്രങ്ങളെ കാണിച്ചു തന്ന മദീനയിലെ രാജാവിന്റെ അരമനയിലെ രാജാത്തികളെ സ്ഥാപിച്ചു കൊടുക്കണം. അതിനാണ് ഈ ഖദീജത്തുൽ കുബ്ര വിഷയീഭവിച്ചത്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഖദീജ ബീവി നിറഞ്ഞു നിൽക്കണം, ഫാത്തിമത്തുൽ സഹ്റാ ഉയർന്നു നിൽക്കണം, ആയിഷത്തുൽ തുഹ്റായുടെ ശുദ്ധി വളരണം, നഫീസത്തുൽ മിസ്രിയയുടെ ധ്യാനം വരണം, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയയുടെ ആത്മജീവിതം വരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളിൽ നിന്നുള്ള ശോഭന ചിത്രങ്ങളെ ഹൃദയത്തിൽ തെളിയിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴവര് സ്വകാര്യതയിലിരിക്കുമ്പോ മനസ്സിൽ നിന്ന് വരുന്ന ചിത്രം ഹബീബിന്റെ ജീവിത വഴിയായിരിക്കും. പക്ഷേ അബദ്ധം പറ്റിപ്പോയി. വീട്ടിൽ നല്ലൊരു പെട്ടി വാങ്ങി വെച്ചു. മോള് കണ്ടത് അവളെയാണ്, മോള് കണ്ടത് അവനെയാണ്, മോൻ പരിചയപ്പെട്ടത് ഇവനെയാണ്. ജീവിതത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും പുതിയ നടന്മാരുടെയും നടിമാരുടെയും ചിത്രം കൊണ്ട് നിങ്ങളുടെ മക്കളുടെ നിഷ്കളങ്ക മനസ്സുകൾ മലിനപ്പെടുത്തിയെങ്കിൽ വരട്ടെ ഒരു ശുദ്ധീകരണത്തിന്റെ കാലം. അതാണ് റമദാൻ. കരിച്ചുകളയുന്ന മാസം, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന മാസം, അരുതായ്മകളെ ശുദ്ധീകരിക്കുന്ന മാസം, മനുഷ്യ മനസ്സുകളെ ഇവിടെ അടയാളപ്പെടുത്തേണ്ട ശുദ്ധവതികൾ വരട്ടെ. അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ബുശ്റാകി യാ ഉമ്മാഹു ബൈതും ഫിസ്സമാ മിൻ ഖസബിൻ ബുശ്റാകി ഉമ്മൽ മുഅ്മിനീൻ. വാനലോകത്തൊരു വീട് പണിതിട്ട് വിളിച്ചില്ലയോ റബ്ബ് അങ്ങനത്തെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഭാര്യ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഈ ലോകത്ത് നിന്ന് തന്നെ സ്വർഗീയ ഭവനത്തിന്റെ സുവിശേഷം അറിഞ്ഞു പോയ മഹദിയാണ്. ബുശ്റാകി അഖറാകി ജിബ്രീലുൽ അമീൻ സലാമഹു വസലാമ റബ്ബിൽ ആലമീൻ. ഓ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടി, അല്ലാഹുവിൽ നിന്നുള്ള സലാമും എത്തിച്ചു തന്നില്ലയോ? കം കാന ഖൽബുൽ മുസ്തഫാ റമസൽ വഫാ ഫിൽ ഹുബ്ബി യഹ്ദൂഹു ലിൽ മാദിൽ ഹനീൻ. പ്രിയപ്പെട്ട ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലത്തെ ജീവിതം ഓർത്ത് സന്തോഷിക്കാൻ എത്ര നല്ല ചിത്രമാണ് മോളെ ഖദീജ നിങ്ങൾ നൽകിയത് എന്ന് ചരിത്രം വിളിച്ചു ചോദിക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് പരിശുദ്ധമായ നിസ്കാരം പഠിച്ചു വന്നിട്ട് ആദ്യമായി വിളിക്കുന്നു, ഖദീജ വരൂ നമുക്ക് നിസ്കരിക്കാം. അന്ന് വീട്ടിലുള്ള രണ്ടുപേർ. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനിടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മലപ്പുറം മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയയിൽ ഇന്നലെ മുതൽ ആരംഭിച്ച നമ്മുടെ പ്രഭാഷണത്തിന്റെ പരമ്പരയിൽ മഹാന്മാരായ മുഹദ്ദിസുകളെ കുറിച്ചുള്ള അവതരണമാണ് നടക്കുന്നത്. അതിൽ ഇന്നലെ നടന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം ഇന്നതിന്റെ ബാക്കി ഭാഗമായിരുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതിന്റെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ CD നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഇന്നു തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ വാങ്ങാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിസ്കാരം പഠിച്ചു. എന്നിട്ട് ആദ്യമായി നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കാണ്. അന്തില്ലതി ഖദ് കുന്തി ഉലാമൻ തലത് ഇഖ്റ വ അന്തി കുന്തി ഉലസ്സാജിദീൻ. ഓ പ്രിയപ്പെട്ട ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ കിട്ടിയപ്പോ ആദ്യമായി ഇഖ്റ പാരായണം ചെയ്ത അനുയായി അവിടുന്നല്ലേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആദ്യം സുജൂദ് ചെയ്ത ഭവതി നിങ്ങളല്ലേ. ഉമ്മാഹു ബൈതുകി കാന അവ്വല മൻസിലി മുതലഇലഇം ബിതിലാവത്തിൽ വഹിയിൽ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ വഹയിന്റെ ശകലങ്ങളെ പാരായണം കൊണ്ട് അലങ്കരിക്കാൻ പറ്റിയ വീട് കിട്ടിയ ഭവതി ഖദീജ റളിയല്ലാഹു അൻഹയെ സംബോധന ചെയ്തുകൊണ്ട് കവികൾ ചോദിക്കുമ്പോൾ, അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് നുബുവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. പക്ഷേ കാലം സത്യത്തെ കടന്നു വരാൻ കുറച്ച് വേദന നൽകും. സത്യം വേദനയോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോഴേക്ക് അറബ് ലോകത്തെ കുലപതികൾ ആലോചിച്ചു, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ഇവിടെ ഗോത്രത്തിലെ നേതാക്കളാണ്, ഞങ്ങൾ ഇവിടുത്തെ കൊമ്പന്മാരാണ്, വമ്പന്മാരാണ്, ഞങ്ങൾക്ക് കിട്ടാത്തൊരു നുബുവത്ത് ഈ മുഹമ്മദ് എന്ന യതീമിന് കിട്ടിയോ? ഖദീജ റളിയല്ലാഹു അൻഹയെ മോഹിച്ചിട്ട് കിട്ടാത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അസൂയ പൂണ്ട ആളുകൾ നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് ചോദിക്കുകയാണ്, ഈ നുബുവത്ത് ഇദ്ദേഹത്തിനാണോ കിട്ടിയത്? ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അറബ് ലോകത്തുള്ള ജനങ്ങൾക്ക് പരാതിയില്ല, അവർക്ക് നുബുവത്തുണ്ടെന്നറിയാം. പക്ഷേ കിട്ടിയ ആള് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് കിട്ടിയില്ലെന്ന പരാതിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നത വ്യക്തിത്വമാണെന്നറിയാം. പക്ഷേ അവർക്ക് കിട്ടാത്തതിന്റെ അസൂയ കൊണ്ട് നുബുവത്തിനെ നിഷേധിക്കുകയാണ്, സത്യത്തിനെതിരെ കല്ലെറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുഴുവനും ത്യാഗപൂർണമായ രംഗങ്ങളെ മുഴുവനും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോ പറയുകയാണ്, മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഞാൻ ഏതു വഴി പോയാലും അവിടെയുള്ള കല്ലും മരങ്ങളും എല്ലാം എന്നോട് സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് പോരല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലിറങ്ങിയ കല്ല് പറയുകയാണ്, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ നിവേദനങ്ങളിൽ ആദ്യകാലം മുതലേ എനിക്ക് സലാം പറയുന്നൊരു കല്ലിനെ എനിക്കറിയാം.
മാത്രമല്ല കല്ലും മരങ്ങളുമെല്ലാം സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലും മരങ്ങളും സലാം പറഞ്ഞു സ്വീകരിച്ചപ്പോഴും കല്ലിനേക്കാൾ കടുത്ത മനസ്സുള്ള ചില ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവർ നബുവത്തിനെ അംഗീകരിച്ചില്ല, അവർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചില്ല. അവർക്ക് വൈഷമ്യമാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഏതായാലും വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ പ്രതിസന്ധിയും ഏറ്റുവാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, വിഷമിക്കല്ലേ, നിങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ്. അപ്പ വീട്ടിലുള്ള രണ്ടുപേരാണ്. ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരുപകാരം ചെയ്തെങ്കിലും അവർക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്. വിശദീകരിക്കാനുള്ള സമയമില്ല. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ ചെയ്ത ഉപകാരത്തിന്റെ പ്രത്യുപകാരമാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരുടെ പരിചരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യം പറ്റാൻ ഇഷ്ടപ്പെട്ടില്ല. ഉപകാരം ചെയ്തവർക്ക് പ്രത്യുപകാരം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഉമ്മയെ പോലെ സേവനം ചെയ്തു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട സമയത്ത് ഖബറിൽ ഇറങ്ങിയിട്ട് അകത്തെ കുഴി റെഡിയാക്കിയിട്ട് സ്വന്തം ശരീരത്തിലെ കുപ്പായം ഇട്ടുകൊടുത്തിട്ട് കിടത്തി. അന്തി ഉമ്മീ ബഅദ ഉമ്മീ യാ ഫാത്തിമ, ഓ ഫാത്തിമത്ത് ബിന്ത് അസദേ, എന്റെ ഉമ്മാക്ക് ശേഷം നിങ്ങളാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെയാണോ ഉപകാരം ചെയ്തത് അവർക്ക് മുഴുവനും പ്രത്യുപകാരം ചെയ്തു. അതിന്റെ ഭാഗമായി അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ വീട്ടിലുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ എന്ന അടിമയുണ്ട്. റസൂലുള്ളാഹിക്ക് കിട്ടിയ സമ്മാനമാണ്. നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ നബിയുള്ള സാധാരണത്വം കണ്ട ഭാഗ്യവാൻ. ഇന്നലെ നമ്മൾ പരാമർശിച്ചു പോയി. ആ സയ്യിദ് ഇബ്നു ഹാരിസയും വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുമ്പോ വീട്ടുകാരിയായ ഖദീജ ബീവിയും കൂടെ നിന്ന് കൈകെട്ടുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവര് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട അൽ അമീൻ, ഇന്നലെ വരെ ഇല്ലാത്ത പുതിയൊരു പ്രാക്ടീസ് എന്താണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയേ, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്കാർക്കും ഇവിടെ നിർബന്ധമില്ല. പക്ഷേ തൽക്കാലം ഇത് ഫ്ലാഷ് ചെയ്യാൻ പാടില്ല. ആലോചിച്ചു, പടച്ചവനെ, എന്താണ് ഈ പറയുന്ന വചനങ്ങൾ? ലോകത്തിനൊരധികാരിയുണ്ട്, ഏകനാണെന്ന്. ആ ഏകനായ അധികാരിയുടെ ദൂതനായി എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അഥവാ എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ അനുജന്റെ മകനായ എന്റെ സഹോദരൻ പ്രവാചകനാണെന്ന് ആലോചിച്ചു നോക്കി. പ്രവാചകത്വത്തിന് പറ്റുന്ന വ്യക്തിത്വമൊക്കെ എന്റെ സഹോദരനുണ്ടോ? ഒരു ന്യൂനതകളുമില്ല. വഴിയിലേക്ക് ഇറങ്ങി അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേക്ക് മറുഭാഗത്ത് വിമർശനത്തിന്റെ ചാട്ടുളികൾ ഉയർന്നു. എല്ലാ വേദനയുമായി വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട നബിയേ, വിഷമിക്കണ്ട. അതൊരു നല്ല ഭാര്യയുടെ ലക്ഷണമാണ്. ഭർത്താവിനെ സമാധാനിപ്പിച്ച് പ്രവർത്തന വഴിയിൽ പ്രചോദനം നൽകി നിർത്തുകയാണ്. പിന്നെയും ഹബീബ് ഓരോ ദിവസവും വരും, അല്ലയോ പ്രിയപ്പെട്ട വല്ലഭേ, എനിക്കൊരുപാട് എതിരാളികളായി പോയി. കണ്ണിലുണ്ണിയായി കൊണ്ടു നടന്നവർ വാളുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ സ്നേഹ ചുംബനങ്ങൾ നൽകിയവർ ഇപ്പൊ വിമർശനത്തിന്റെ ചാട്ടുളി ഉയർത്തുന്നുണ്ട്. എന്തു ചെയ്യാനാണ്? വിഷമിക്കണ്ട, ലാ യുഖ്സീകല്ലാഹു അബദാ. ചരിത്രം നീണ്ടതാണ്.
പറയാൻ നേരമില്ല, സമയം പരിമിതമാണ്. നമുക്ക് ചരിത്രത്തിന്റെ താളുകൾ വലിച്ചു കൂട്ടി അടുക്കി പിടിച്ചിട്ട് ചിലതു മാത്രം പറയാം. അതാ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വന്ന മുഴുവൻ വിമർശനങ്ങളും പരാജയപ്പെട്ടപ്പോ ഒരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തി. മക്ക മാർക്കറ്റിൽ നിന്ന് ഇനി ഒന്നും കൊടുക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങൾ നൽകാൻ പാടില്ല. ശഅബ് അബൂ താലിബിന്റെ താഴ്വരയിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട വിധത്തിൽ താമസിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 4 പെൺമക്കളുടെ ഉപ്പ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പമുള്ള ജീവിതം, ത്യാഗസുരഭിലമായ ദിനരാത്രങ്ങൾ. കൂടെയുള്ള വിശ്വാസികൾക്കും കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണമില്ല. എല്ലാം സഹിച്ചു നിൽക്കുമ്പോഴാണ് ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട അമ്മാവൻ അല്പം ചില സാധനങ്ങൾ ശഅബ് അബീ ത്വാലിബിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം അതാ വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷണ്ണരായി വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വിഷമിക്കണ്ട, സത്യത്തിന്റെ വഴിയിലുള്ള സഹനത്തിന് മൂല്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഭാര്യയാണ്. അല്ലാതെ നിങ്ങളുടെ പുതിയ പ്രസ്ഥാനം കൊണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട് എനിക്ക് തലവേദനയായി എന്ന് ഒരു തവണ പോലും ഖദീജ ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടാകാം, അവര് രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവരുണ്ടാകാം, ഉസ്താദുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാൻ പോകുന്നവരുണ്ടാകാം. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസും സേവനവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ അവരെ വെറുപ്പോടുകൂടി സമീപിക്കാൻ പാടില്ല. അങ്ങനെ ഖദീജ ബീവി കാണിച്ചു തന്നിട്ടില്ല. അവിടുന്നാണ് മോഡൽ പകർത്തേണ്ടത്. ചിലപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ അഗ്നിജ്വാലകളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിൽ വേദനിക്കല്ലേ മോളെ. മുഴുവൻ പ്രതിസന്ധികളെയും വകവെക്കാതെ മുന്നോട്ട് പോയി വിജയം വരിച്ച നേതാവിന്റെ അനുയായിയാണ്. ആ നേതാവാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മതവിഷയങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമതിയായ ഒരു പെണ്ണിനെ വേണം. അതാണ് ചെറുപ്പക്കാരിയായ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനമേകാൻ മാതാവിനെ പോലെ ഒരു പെണ്ണിനെ വേണം. അതായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരു ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും മദീനയിലേക്ക് കൊണ്ടുവന്ന ബന്ദികളാക്കിയപ്പോ അവിടുത്തെ കുലീനയായ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിയാൽ അവർക്ക് മുഴുവനും സ്വാതന്ത്ര്യം ലഭിക്കും. എന്നാൽ അത് ഭാര്യയായി സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്, അവിടുത്തെ ശാരീരിക ഇച്ഛയുടെ പൂർത്തീകരണത്തിനല്ല. കാരണം സാധാരണ മനുഷ്യനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന്റെ ആദ്യഘട്ടത്തിലെ പ്രതിസന്ധികളെ അതിജയിക്കാൻ ആയിഷയെ പോലെ ഒരു കളിപ്പാവയും വെച്ചിരിക്കുന്ന പൊന്നുമോക്ക് പറ്റൂല. അതുകൊണ്ട് അന്ന് ആയിഷ വേണ്ട. അന്ന് വേണ്ടത് ഉമ്മയെപ്പോലെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന പക്വമതിയായ ലോകബോധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് വർത്തക പ്രമുഖയായ ഖദീജയെ തിരഞ്ഞെടുത്തത്. കേവലം വീട്ടിലിരുന്ന് ലോകം തിരിയാത്തൊരു പെണ്ണായ പോരാ, സിറിയയെ കുറിച്ചറിയുന്ന, കച്ചവടത്തെ കുറിച്ചറിയുന്ന, മക്കയിലെ രാജാക്കന്മാരെ കുറിച്ചറിയുന്ന, അതെല്ലാം അറിയുന്ന ഭവതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അവിടുത്തെ ഓരോ ശകലങ്ങളും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച അന്ന് മദീനയിലെ 100 കണക്കിന് അടിമകൾ മോചിപ്പിക്കപ്പെട്ടു. കാരണം ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഗോത്രത്തിൽ നിന്ന് ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്ന് മദീനത്തെ വീട്ടിൽ വെച്ചവർ. അപ്പോഴാണ് പെട്ടെന്നറിയുന്നത് ആ ഗോത്രത്തിലെ ഉന്നത വനിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു എന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ കുടുംബത്തെ അടിമയാക്കാൻ പറ്റൂല, നമുക്ക് മോചിപ്പിച്ചേക്കാം.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് അടിമമോചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് വിജ്ഞാന സമ്പാദനം. അതേ സമയത്ത് ഈ റോളൊന്നും അല്ല ആയിഷക്കുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റോൾ എന്താണ്? കാലാവസാനം വരെയുള്ള വനിതകളുടെ സംശയങ്ങളുടെ നിവാരണം ഒരു വിജ്ഞാന ചഷകം പോലെ കാത്തു സൂക്ഷിക്കലാണ്. അതുകൊണ്ട് കൊച്ചു പെണ്ണ്, പക്ഷേ അധിക ബുദ്ധിയുള്ളവൾ, നല്ല സാഹിത്യബോധമുള്ളവർ, ആ ഭവതിയായ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം പഠിച്ചു വെച്ചു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സ് വരെ ജീവിച്ചിട്ട് ഒരു പരാതിയും കേൾപ്പിക്കാതെ ജീവിച്ച വിശുദ്ധകളുടെ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ചരിത്രം പഠിക്കാതെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നവർ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വമേ ചിലർ വായിക്കൂ, പക്ഷേ അതിന്റെ പിന്നിലുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ വായിക്കാൻ ആളുകൾ ഉണ്ടാവൂല. അതുകൊണ്ട് വരണം, പഠിക്കണം. മദ്റസത്തുർ റസൂലിലെ യാഥാർത്ഥ്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ നേരമില്ലല്ലോ. ചരിത്രം മുന്നോട്ട് പോവുകയാണ്. ഷൈബ് അബീ ത്വാലിബിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ വേദനിക്കുകയാണ്. ആ വർഷം ഇരട്ട ദുഃഖത്തിന്റെ വർഷമാണ്. ആ ഒരു ദുഃഖമേതാണ്? പിതാവിനു സമാനമായി സേവനം നൽകിയ അബൂ ത്വാലിബ് യാത്ര ചോദിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ ജീവിത ദൗത്യങ്ങൾ മുഴുവനും നിർവഹിച്ചിട്ട് താൻ ഏത് തൗഹീദിന്റെ പതാകയ്ക്ക് വേണ്ടി സേവനം ചെയ്തോ അതൊന്ന് പാറിക്കാണാൻ നിയോഗം ലഭിക്കാതെ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിനോട് യാത്ര ചോദിക്കുകയാണ്. അർ-റഹീൽ അർ-റഹീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര ചോദിച്ചു. അവിടെ രോഗലക്ഷണങ്ങളും മറ്റും ചില സൂക്ഷ്മമായ വിവരങ്ങളെ കാണാനുള്ളൂ. കൃത്യമായി അവതരിപ്പിക്കാൻ എന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. പഠിതാക്കളും പണ്ഡിതരുമുണ്ട്, അവർ വായിച്ചിട്ടുണ്ടാകണം. പക്ഷേ എന്റെ അറിവിലില്ലാത്തത് കൊണ്ട് കടക്കാൻ വകുപ്പില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന രണ്ടാമത്തെ ദുഃഖമായി ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് ഖദീജയ്ക്ക് സമാനമായി ഒന്നും പിന്നീട് കിട്ടിയിട്ടില്ല. മാ അബ്ദലനില്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പകരമായി അല്ലാഹുവിൽ നിന്ന് സമ്മാനമൊന്നും ലഭിച്ചിട്ടില്ല. അത്രയും എനിക്ക് ജീവിതത്തിൽ സ്വാധീനിച്ച മഹദിയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, അനുസരണയുള്ളൊരു ഭാര്യയുടെ ചിത്രമാണ് ഖദീജ ബീവിയിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയെ വിസ്മരിച്ചു കളയുകയല്ല, ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുകയാണ്. വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻ ഖദീജ. ഖദീജയ്ക്ക് പകരമായി നിൽക്കുന്ന ഒരു പെണ്ണും എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, ഈ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം കൃത്യമായി വായിച്ചിട്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്, വഖദ് വജദ്തു ഖിലാല റിഹലാതി ഫീ ഔറൂബ. യൂറോപ്പിലേക്ക് ഞാൻ എന്റെ യാത്രാ മധ്യേ ചില ജനങ്ങളെ ഞാൻ കണ്ടു. ബഅദന്നാസില്ലദീന അസ്ലമൂ ഫിൽ ഗർബി. പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളെ ഞാൻ കണ്ടു. യഖൂലൂന ബികുല്ലി സറാഹത്തിൻ അന്നഹും അസ്ലമൂ ബഅദ അൻ ഖറഊ അൻ ഹയാത്തി സയ്യിദത്തി ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രം വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ആളുകളെ എനിക്ക് യൂറോപ്പിൽ വെച്ച് കാണാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർ യമാനി സൗദി അറേബ്യയിലെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിരുന്നു.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല തവണയും വന്നിട്ടുള്ള ആളാണ്. ഇഖ്റ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നുണ്ടായതാണ് കോഴിക്കോടുള്ളത്. അത്രയും നമ്മുടെ നാട്ടിനോട് ബന്ധമുള്ള ലോകത്തറിയപ്പെട്ട രചയിതാവും പണ്ഡിതനുമായ സൗദി അറേബ്യൻ ഗവൺമെന്റിനോട് സ്മാരകങ്ങൾ നശിപ്പിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത തന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ യമാനി എഴുതി വെക്കുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുപോയി മക്കയുടെ സമീപം കഅബാലയത്തിൽ നിന്ന് നടക്കാൻ ദൂരമുള്ള ഹുജൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ഖബറടക്കി. അഥവാ ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ കിടക്കുന്നത്. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടൊഴിഞ്ഞു കളഞ്ഞോ ഇല്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടറുത്തിട്ട് പാചകം ചെയ്തും ചെയ്യാതെയും കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുകയാണ്. എന്തിനു വേണ്ടി? എന്റെ ഖദീജയെ ഓർത്തതിനു വേണ്ടി. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയുടെ ചിത്രമാണിത്. ഇന്ന് ചില ആളുകൾക്ക് അതറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയാണിത്. ഇതിന്റെ ചരിത്രവും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചരിത്രാധമന്മാരായ ചില ആളുകളുടെ കോടാലികൾ മഹാന്മാരുടെ ഖബറിന്റെ മേലെ പതിഞ്ഞപ്പോഴാണ് പെങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലുള്ള കുബ്ബ തകർക്കപ്പെട്ടു പോയത്. കശ്മലന്മാരുടെ കൈപ്പെരുമാറ്റമാണ്. അതേ സമയത്ത് രാജാത്തിയെ പോലെ കുബ്ബയുടെ താഴെ കിടന്നിരുന്ന ലോകത്തിന്റെ പൊന്നുമോൾ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. ഇടക്കിടക്ക് ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ ആയിഷ ബീവി എന്ന സുന്ദരിയും സുമുഖിയും ചെറുപ്പക്കാരിയുമായ പെണ്ണ് പറയും, നിങ്ങൾക്ക് വേറെ ഒരു ഭാര്യ ഇല്ലാത്തതുപോലെയാണല്ലോ നബിയെ പറയുന്നത്. അത് ശരിയാണ് ആയിഷ, ഖദീജയെ പോലെ ഒരാളും എനിക്ക് പറ്റിയിട്ടില്ല. അല്ലാഹു എനിക്ക് സന്താനങ്ങളെ നൽകിയത് ഖദീജയിലൂടെയാണ്. അല്ലാഹു തആല എനിക്ക് ഇസ്ലാമിക പ്രചരണത്തിന് താങ്ങും തണലുമായി നിന്നത് ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രകീർത്തനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ. ആരാണ് സൈനബ് എന്നറിയുമോ? ഇന്നലെ ഞാൻ ആ ചരിത്രത്തിന്റെ ശകലം തൊട്ടുവെച്ചതാണ്. അതിന്റെ തുടർച്ച പറഞ്ഞു നിർത്താവുന്നതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്ന മഹദി, അതായത് പുണ്യപ്രവാചകരുടെ പൊന്നുമോൾ, ഇസ്ലാമിനെ ഹൃദയ സ്വീകരിച്ച ഭവതിയാണ്. അബുൽ ആസ് ബിൻ റബീഅ എന്ന് പറയുന്നയാളാണ് ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ ഉത്ബത്തും ഉതൈബത്തും കെട്ടി. അബൂലഹബിന്റെ മക്കളാണ്. ഉമ്മു ജമീൽ പറഞ്ഞു, ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റൂല. ഉത്ബത്തിനും ഉതൈബത്തിനും മനസ്സില്ല. കാരണം ഇതുപോലുള്ള തരുണീ രത്നങ്ങളെ ലോകത്ത് കിട്ടാനുണ്ടോ? ഒരു പ്രവാചകന്റെ മക്കൾ, അതും സുന്ദരികൾ, അതും സൽസ്വഭാവികൾ. ഇതുപോലൊരാളെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഭർത്താക്കന്മാർക്ക് വിസമ്മതമുണ്ടെങ്കിലും ധിക്കാരിയായ ഉമ്മു ജമീലിന്റെ ഖുർആനിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഉമ്മു ജമീൽ സമ്മതിച്ചില്ല. രണ്ടുപേരും ഒഴിവാക്കി. അവസാനം അബുൽ ആസ് ബിൻ റബീഅന്റെ വീട്ടിൽ പോയി പെണ്ണ് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ മോളെ ഈ വീട്ടിൽ നിർത്തേണ്ടതില്ല. അബുൽ ആസ് ബിൻ റബീഅന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് സൈനബിന്റെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ദേഷ്യം തീർക്കാൻ വന്ന പെണ്ണ് പ്രശ്നമുണ്ടാക്കിയപ്പോ അബുൽ ആസിന്റെ വീട്ടുകാര് പറഞ്ഞു, ഒഴിവാക്കിയേക്ക് മോനെ. അവസാനം അബുൽ ആസ് ബിൻ റബീഅനെ വിട്ടുപിരിയാൻ വയ്യ. മനോഹരമായൊരു സുദിനം. രണ്ട് മക്കളുണ്ട്. ഒന്ന് ഗർഭസ്ഥ ശിശുവാണ്, ഒന്ന് കയ്യിലുള്ള കുട്ടിയാണ്. വൈകുന്നേരമായപ്പോ വന്ന് അബുൽ ആസ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് ഇപ്പൊ വരാൻ കഴിയുന്നില്ല മോളെ, നിന്നെ വിട്ടുപിരിയാനും കഴിയുന്നില്ല പെണ്ണേ.
അതുകൊണ്ട് സ്വസ്ഥമായി വാപ്പാന്റെ അടുക്കലേക്ക് പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ. പക്ഷേ നിന്നെ കൊണ്ടുപോയി യാത്രയാക്കുമ്പോ എന്റെ ഹൃദയം പറിച്ചു കൊടുക്കും പോലെയാണ്. അതുകൊണ്ട് നിന്നെ യാത്രയാക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ സഹോദരൻ കിനാന നിന്നെ കൊണ്ടുപോയി യാത്രയാക്കിയേക്കും. നേരെ ഇറങ്ങി ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കൊണ്ടാക്കാൻ കിനാനയോട് പറഞ്ഞപ്പോ കിനാന പറഞ്ഞു, ഞാനൊരു ഭീരുവൊന്നുമല്ല, അതുകൊണ്ട് പട്ടാ പകല് ജനങ്ങളുടെ നടുവിലൂടെ മാത്രമേ ഞാൻ യാത്രയാക്കൂ. പാതിരാത്രി പാത്തു കൊണ്ടുപോയി വിടാൻ എന്നെ കിട്ടൂല. അപ്പോൾ അബുൽ ആസ് പറഞ്ഞു, അങ്ങനൊന്നും വേണ്ടടാ, സമ്മതിക്കൂല. ഇവിടെ ആരാണ് നമ്മളെ എതിർക്കാൻ? രാവിലെ സൈനബിനെയും കൂട്ടിയിട്ടിറങ്ങുമ്പോ അബുൽ ആസ് ബിൻ റബീഇന്റെ ഭാര്യയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ സൈനബിനെ കൂട്ടിയിട്ട് നടക്കുമ്പോ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീതുപ്പുന്ന സൂര്യനു കീഴെ റസൂലുള്ളാന്റെ പൊന്നുമോളെ കൊണ്ടുപോകുമ്പോ കയ്യിലൊരു കുട്ടിയുണ്ട്, പള്ളയിൽ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോ കിനാന ചോദിച്ചു, ആരാടാ തടയാൻ ഞങ്ങളെ? ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ അറബ് ജനതയുടെ ഖുറൈശി വിരോധികൾ ബദറിൽ പരാജയപ്പെട്ടതിന്റെ വേദനയിൽ നിൽക്കുന്ന പ്രതികാരം തീർക്കാൻ ആയുധമെടുത്ത് നടുവിൽ ചാടിയിറങ്ങി. നടുവിലിറങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ തടഞ്ഞു നിർത്തി, സംഘട്ടനത്തിന്റെ വക്കിലെത്തി. അപ്പോഴാണ് അബൂ സുഫിയാൻ മധ്യസ്ഥം പറയാൻ വന്നിട്ട് പറഞ്ഞു, എന്താടാ കിനാന, ഈ മോളെ ഇവിടെ തടഞ്ഞു വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ബദറിൽ പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുന്ന ഈ ജനങ്ങളുടെ നടുവിലൂടെ ഈ റസൂൽ മുഹമ്മദ് നബിയുടെ മകളെയും കൊണ്ടുപോയാൽ ഇവർക്ക് സഹിക്കൂല. അതുകൊണ്ട് തൽക്കാലം തിരിച്ചു കൊണ്ടുപോയിട്ട് നാളെ എങ്ങാനും യാത്രയാക്ക്. ഈ സംഘട്ടനത്തിന്റെയും വാഗ്വാദത്തിന്റെയും നടുവിൽ തീതുപ്പുന്ന സൂര്യനു കീഴെ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പിന് മേലെ ഇരിക്കുന്ന പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ പൊന്നുമോള് വേദന കൊണ്ട് മരുഭൂമിയിൽ പ്രസവിച്ചുപോയി. പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയതെന്തിനാണ്? എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഇസ്ലാം തരാനല്ലേ മോളെ? കോഴിക്കോട് നഗരവീഥികളിലൂടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സഞ്ചരിക്കുന്ന പെങ്ങളെ, റസൂലുള്ളാഹിന്റെ പൊന്നുമോള് അറബ് ജനതയുടെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് ത്യാഗസുരഭിലമായ ജീവിതത്തിലേക്ക് പോയത് അള്ളാഹുവിന്റെ മതത്തിന്റെ കാവലാകാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനാണ്. നീ മറന്നുപോയോ? നിന്റെ മിനി സ്കേർട്ട് ഇട്ട് ഈ സമുദായത്തെ പറയിക്കാൻ ഇറങ്ങിയപ്പോ എന്റെ ഇന്നലത്തെ പൊന്നുമോള് റസൂലുള്ളാഹിന്റെ മുത്തുമോള് മരുഭൂമിയിൽ നിന്ന് വേദനിച്ച് പ്രസവിക്കേണ്ടി വന്നത് ഈ ആദർശത്തിന്റെ സംസ്ഥാപനത്തിനാണ്. അത് മറന്നിട്ടല്ലേ സഹോദരി നീ അള്ളാഹുവിനെ മറന്ന് തുള്ളുന്നത്? നിന്റെ പർദ പരിഷ്കാരത്തിന്റെ പർദയാക്കിയത്, നിന്റെ വേഷം പർദ മാറ്റിവെച്ചിട്ട് പരിഷ്കാര വസ്ത്രങ്ങൾ ധരിച്ചത്, നീ കലാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്നത്, വൃത്തികേടുകളുടെ അരമനകളിൽ രാജാത്തിയായി വാഴുന്നത്, സിനിമ ടാക്കീസിന്റെ മുമ്പിൽ പർദയിട്ടു ഇല്ലാതെയും ക്യൂ നിൽക്കുന്നത്. മോളെ, ഈ മതം ആരുടേതാണ്? ലോകഗുരുവിന്റെ സമ്മാനം, അള്ളാഹുവിന്റെ ദാനം. ലോകഗുരുവിന്റെ സമ്മാനം, അള്ളാഹുവിന്റെ ദാനം. ഈ പരിശുദ്ധമായ മതത്തെ നെഞ്ചിലേറ്റിയിട്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട നാം ഇന്ന് ഈ മതത്തെ പറയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിൽ മുഖമക്കനെ നിരോധിക്കുന്നു. രാജ്യത്തെ ഗവൺമെന്റുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കനെ ഇടാൻ പെൺപിള്ളേരില്ലാത്തോണ്ടാണ്. ഒരു സ്കൂളിൽ 100 മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നിടത്ത് 4 എണ്ണം മാത്രം മുഖമക്കനയിട്ട് വരുമ്പോ മാനേജ്മെന്റ് പറയും ഇത് ബില്ലാദന്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ ഇവൾ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന്. അതേ സമയത്ത് മോർ ദാൻ 60% കുട്ടികളെങ്കിലും ഇസ്ലാമിക വേഷം ധരിച്ചാൽ ഒരു കലാലയത്തിലും മക്കനക്കെതിരെ നിയമം വരില്ല, ഒരു ഗവൺമെന്റിനും നടപ്പിലാക്കാൻ കഴിയില്ല.
സർവേ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ ഈ നിയമങ്ങൾ വരുന്നത്. അതിന് കാരണം എന്താ? ഒരു സ്കൂളിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 4 പിള്ളേര് മാത്രം തൊപ്പിയിട്ടുകൊണ്ട് വന്നാ പറയും ഇത് തീവ്രവാദിയാ, ആതങ്കവാദിയാ, ഇതുപോലെ തന്നെ ഉഗ്രവാദിയാ എന്നൊക്കെ പറയിക്കാൻ വഴിയുണ്ടാക്കിയത് നമ്മളാണ്. പരിഷ്കരണത്തിന്റെ പേരിൽ ഈ സമുദായത്തെ വലിച്ചഴച്ച നവോത്ഥാനത്തിന്റെ തലവാചകം അവകാശപ്പെടുന്ന പുത്തൻ പാർട്ടികൾ മുഴുവനും ഇവിടെ ചെയ്തത് പെൺകുട്ടികളെ തെരുവിലേക്ക് വലിച്ചിറക്കാനാണ്. പവിത്രമായ റമളാനിന്റെ രാത്രികളിൽ ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ പാത്തും പതുങ്ങും പതുങ്ങിയും പള്ളിയിലേക്ക് പോവുകയാണ്. മോളെ, മദീനയിലെ രാജാവിനെ അറിയുമോ? ലോക നേതാവിന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ, ഏതെങ്കിലും ഒരു മോളോ, ഏതെങ്കിലും ഒരു ജുമഅക്കോ, ഏതെങ്കിലും ഒരു ജമാഅത്തിനോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ പങ്കെടുത്തതിന് പ്രമാണമൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയിലല്ലാതെ പള്ളിയുടെ അയൽവാസിക്ക് നിസ്കാരമില്ല. അപ്പൊ വീട്ടിലിരിക്കുന്ന ഭാര്യ ആലോചിക്കും, പഠിച്ചോനെ, എന്റെ ഭർത്താവ്, എന്റെ മോന്, എന്റെ ആങ്ങള പള്ളിയിൽ പോയിട്ട് നല്ല കൂലി വാങ്ങി വരുമ്പോ എനിക്കത് കിട്ടൂലല്ലോ. അതേ ടോണിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ കൂലി, നിന്റെ സഹോദരൻ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി, നിന്റെ പൊന്നുമോൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ കൂലി വേണോ മോളെ? മസാജിദിൻ നിസാഇ, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി ഖൈറു ബുയൂതിഹിന്ന, അവളുടെ വീട്ടിന്റെ ഉള്ളിലാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, ഭർത്താവ് പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന ഓഫർ നൽകിയ മുസ്തഫ ജാൻ റഹ്മത്ത് പെലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ വചനങ്ങളാണ് രണ്ടും. പള്ളിയിൽ പോണ ഭർത്താവിന് കിട്ടുന്ന കൂലി വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മതത്തിന്റെ നായകൻ. കാരണം പെണ്ണിന്റെ പ്രകൃതി അറിയുന്ന അല്ലാഹുവാണ്. അവൾ കാണുന്ന പോലെ ചാടിപ്പടച്ച് പള്ളിയിൽ പോകാൻ പറ്റൂല. ഒരു രാജ്യത്തിന് ആഭ്യന്തരം വേണം, വിദേശകാര്യം വേണം. എല്ലാ മന്ത്രിമാരും വിദേശകാര്യ മന്ത്രിമാരായാൽ ആഭ്യന്തരം നോക്കാൻ ആളുണ്ടാവൂല. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിൽ ആഭ്യന്തരം വേണം. മക്കളെ പരിലാളിച്ച് പക്വതയോടെ വളർത്തിക്കൊണ്ടുവരൽ ആഭ്യന്തരത്തിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. എന്നാൽ വിദേശകാര്യം മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം നടത്തിയിട്ട് പണം കൊണ്ടുവരാനാണ്. രണ്ടുമുള്ള സമ്പൂർണമായ ഒരു ജീവിത ഘടനയാണ് ഇസ്ലാം സംവിധാനിച്ചത്. പക്ഷേ ആരോ പറഞ്ഞു വെച്ചു, പെണ്ണെ, നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ മരം കയറണം. പെണ്ണെ, നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ സൈക്കിൾ ചവിട്ടണം. പെണ്ണെ, നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ തെരുവിലിറങ്ങിയിട്ട് അലമുറയിടണം. നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ പാർലമെന്റിന്റെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും മുമ്പിൽ പോയിട്ട് പിക്കറ്റിംഗ് നടത്തണം. ഇതെഴുതി പഠിപ്പിച്ചത് പാശ്ചാത്യ ലോബികളാണ്. അകത്തിരിക്കുന്ന പെണ്ണിനെ പുറത്ത് വലിച്ചിറക്കിയിട്ട് ഉപഭോഗ വസ്തുവാക്കാൻ ശ്രമിച്ച കമ്പോള താല്പര്യത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ, മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിന്റെ പ്രകൃതിക്കനുസൃതമായ സ്വാതന്ത്ര്യം അവന്, പെണ്ണിന്റെ പ്രകൃതിക്കനുസൃതമായ സ്വാതന്ത്ര്യം അവൾക്ക്. കുട്ടികളുടെ പ്രായപക്വതക്കനുസരിച്ചുള്ള ആരാധനയുടെ നിയമം പറഞ്ഞ മതം. ഇതുപോലെ മനോഹരമായ ഒരു കംപ്ലീറ്റ് കോഡ് ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് വരാം അബുൽ അസ് ബിനുർ റബീഅ്. ഒന്നും പറയാനായിട്ടില്ല, തർദിയത്ത് ചൊല്ലാനായില്ല, ആക്ഷേപിക്കാനും ആയില്ല. പറഞ്ഞു വരുന്നുണ്ട്, ഭാര്യയെ യാത്രയാക്കി മദീനയിലേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ രോഗിണിയായി എത്തി. രോഗശയ്യയിൽ കിടക്കുമ്പോ ഒരു പാതിരാത്രിയിൽ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അബുൽ ആസ്. രാവിലെ ആയപ്പോ സൈനബിന്റെ കഴുത്തിൽ കിടന്ന മാലയൂരിയിട്ട്
മദീനത്തെ പള്ളിയിലെ രാജാവിന്റെ മുമ്പിലേക്ക് കൊടുത്തു വിടുകയാണ്. മകളുടെ മെസ്സേജാണ്. വാപ്പാ, എന്റെ കുട്ടികളുടെ വാപ്പാ അഥവാ എന്റെ ഭർത്താവ് അബുൽ ആസ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ നിയമപ്രകാരം ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല, പക്ഷേ അദ്ദേഹം മക്കളെ ഒന്ന് കണ്ടുപോയിക്കോളട്ടെ. അതിന് ജാമ്യമായി ഇതാ എന്റെ മാല കൊടുത്തു വിടുന്നു. ആ മാലയങ്ങ് കൺമുമ്പിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണ് നനയുകയാണ്. എന്തേ ദിക്റാക്കിയ ഖദീജ, ഇതെന്റെ പ്രിയപ്പെട്ട പത്നി സ്വർഗത്തിലേക്ക് മുമ്പേ പറന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്രാ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയാണല്ലോ. മകൾക്ക് വിവാഹം ചെയ്ത സമയത്ത് കൊടുത്ത മാലയാണല്ലോ. സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, ഇതെന്റെ മകൾ കൊടുത്തു വിട്ട മാലയാണ്, ഇതെന്തിനു വേണ്ടി എന്നറിയുമോ? അബുൽ ആസ് ബിൻ റബീഅ എന്ന അവളുടെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, അതിന് ജാമ്യമായിട്ടാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ മാല തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് നിർഭയത്വം കൊടുത്തോട്ടെ. പക്ഷപാതിത്വമില്ലാത്ത നേതാവായ ഹബീബിന് സുപ്രീം പവർ ഉപയോഗിച്ചു പറയാം, എന്റെ മരുമകൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ആരും തൊടാൻ പാടില്ലെന്ന് പറയാം. പക്ഷേ നീതി നിർവഹണത്തിന്റെ 100% പാലിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പക്ഷപാതിത്വം കാണിക്കുന്നില്ല. സഹാബത്തിനോട് ആലോചിക്കുകയാണ്, അദ്ദേഹത്തിന് ഇവിടെ നിർഭയമായി കഴിഞ്ഞുകൂടാൻ ഒരവസരം നൽകുമോ? മക്കളെ കണ്ടിട്ടങ്ങ് പോകട്ടെ. ഉമാമത്തും അലിയും എന്നീ 2 മക്കളുടെ വാപ്പയാണ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, തങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം, അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല നബിയേ. തങ്ങളുടെ പൊന്നുമോളുടെ ഭർത്താവ് അബുൽ ആസ് ഇവിടെ നിന്നുകൊള്ളട്ടെ. സഹോദരാ, ഇതുപോലെ ഓരോ സമയവും പ്രിയപ്പെട്ട പത്നിയെ അനുസ്മരിക്കേണ്ട സമയങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുകയാണ്. സുമോഹനമായ ഓർമ്മകളുടെ നടുവിൽ നിന്ന് ഭവതിയുടെ ജീവിതം മയവിറക്കുകയാണ്. യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമീ നഹറുൻ അലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅ്മാഖിനാ ഖിമമുൻ മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹസ്പർശം നടത്തിയ സ്വഹാബത്ത്, ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നീങ്ങിയ മഹാന്മാർ, ഇടയ്ക്കിടെ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്ന ഹബീബിന്റെ മുമ്പിൽ വിനീതരാണ്. ഇതൊന്നും രണ്ടൊന്നും സംഭവങ്ങളല്ല. ഈ പരമ്പരയ്ക്ക് നീളം കുറവായതുകൊണ്ട് പറയാൻ പരിമിതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജയിച്ചടക്കി തിരിച്ചു വരികയാണ്. ഇന്നലെ ഇവിടെ നിൽക്കാൻ അനുമതി നൽകാത്തവരുടെ ഭൂമിയിലേക്ക് വിജയശ്രീലാളിതരായി കടന്നു വരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്ക വിജയത്തിന്റെ അന്ന് പതാകവാഹകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, മക്ക വിജയത്തിന്റെ പതാക എവിടെയാണ് നാട്ടേണ്ടത് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കഅബാലയത്തിന്റെ മേലെ നാട്ടാനല്ല, മസ്ജിദുൽ ഹറാമിന്റെ മിനാരത്തിൽ നാട്ടാനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോർണറിൽ കൊണ്ടുവെക്കാനല്ല, നബി തങ്ങളുടെ വീട്ടിന്റെ അടുക്കൽ കൊണ്ട് സ്ഥാപിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അലിയേ, ഈ പതാക നാട്ടേണ്ടത് ഫിൽ ഹുജൂൻ, ഹുജൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തേ ഹുജൂനിനുള്ള
പ്രത്യേകത. അതിന്റെ ചാരത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. ഇന്നലകളിൽ എന്നോടൊപ്പം അധ്വാനിച്ചിട്ട് ഈ മതത്തിന്റെ വളർച്ചയ്ക്ക് കഷ്ടപ്പെട്ട ഖദീജ ഈ പതാകയൊന്ന് പാറിക്കളിക്കുന്നതിന് കാണാൻ അവസരമുണ്ടായില്ല. അതുകൊണ്ട് മഹദിയുടെ ചാരത്ത് പതാക നാട്ടണമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പാ നമ്മൾ എവിടാണ് ഈ മക്കത്ത് താമസിക്കുന്നത്? മോളെ ഒരു ഖൈമ കെട്ടാൻ പറയണം, ഒരു ടെന്റ് അടിക്കാൻ പറയണം. അതെവിടെയാണ്? ഫിൽ ഹജൂൻ, ഹജൂനിലാണ്. സൗദി അറേബ്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല വിശാലമായ ഒരു പോസ്റ്റ് ഓഫീസ് കാണാം. അത് കഴിഞ്ഞിട്ടൊരു ഓവർ ബ്രിഡ്ജ് കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹജൂൻ, കാർ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഹജൂൻ എന്ന് പറയുന്ന പ്രദേശം. അതിന്റെ അല്പം ബാക്കിലാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. തൊട്ട് ചാര ചേർന്നിട്ടാണ് പൊന്നുമോൻ ഖാസിം കിടക്കുന്നത്. അതേ ഖബർസ്ഥാനിൽ തന്നെയാണ് അബ്ദുല്ലാഹി എന്ന മോൻ വിശ്രമിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹര സ്മരണകളെ ഒപ്പിയെടുത്തുകൊണ്ട് കിടക്കുന്ന ഹജൂനിലാണ് അലിയെ പതാക നാട്ടേണ്ടത്. ഹജൂനിലാണ് റസൂലുള്ളാഹിന്റെ വിജയത്തിന്റെ പതാക നാട്ടേണ്ടത്. അവിടെയാണ് ഫാത്തിമാക്ക് ടെൻഡടിക്കേണ്ടത്. വേണമെങ്കിൽ അല്പം ഇങ്ങോട്ട് വന്നാൽ സൂഖുൽ ലൈൽ റോഡിലൂടെ മുന്നോട്ട് വന്നാൽ അവിടെ റസൂലുള്ളാഹിന്റെ വീടുണ്ട്. അവിടെ താമസിക്കാനല്ല പറഞ്ഞത്. ആ വീട് യഥാർത്ഥത്തിൽ ഹബീബിന് വന്ന് വാങ്ങാൻ സൗകര്യമുള്ള വീടാണ്. പക്ഷേ അവിടെ വേണ്ട മോളെ, ഉമ്മാന്റെ ചാരത്തൊരു ഖൈമ കെട്ടിയിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് നിന്ന്, ഓ ഖദീജ, ഇന്നലകളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട പവിത്രമായ ഇസ്ലാം ഇന്ന് വിജയശ്രീലാളിതമായി അനുയായികൾ ഒരുപാട് പേര് ഏറ്റുവാങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാനാണ്. ഇനി വരാം കാലം ഖദീജയെ മറന്നിട്ടില്ല. സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളെ കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മഹദികളുടെ ചരിത്രം ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തത്. ഈ ആധുനിക ലോകത്ത് ഇസ്ലാമികമായ ദർശനങ്ങളിലേക്ക് വരാതെ താൽക്കാലിക ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ മഹിളാമണികൾ സഞ്ചരിക്കുമ്പോ തപസ്സിരുന്ന് വായിക്കണം മഹദികളുടെ ചരിത്രം. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ കൂടിയൊന്ന് സ്വർഗത്തിലേക്ക് പോകാൻ, ആ ഖദീജ ബീവിയുടെ അനുയായിയായി നാളെ ഒന്ന് സ്വർഗത്തിലെത്താൻ പൊന്നു പെങ്ങളെ ആശയില്ലേ? ഒന്നുകൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ലോകം മറന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില അല്പജ്ഞാനികൾ മഹാന്മാരെ ഓർത്തുകൂടാ, മഹദികളെ അനുസ്മരിച്ചുകൂടാ, അവരുടെ പ്രകീർത്തനങ്ങൾ നടത്തിക്കൂടാ എന്നിങ്ങനെ പറയുമ്പോ മക്ക നിവാസികൾ മുഴുവനും അവരവരുടെ വീടുകളിൽ ഖദീജ ബീവിയുടെ മൗലിദ് ഓതുന്നവരാണ്. അതാ ഡോക്ടർ അബ്ദു യമാനി എന്ന സൗദി അറേബ്യൻ പണ്ഡിതന്റെ ഗ്രന്ഥമാണ് ഞാൻ വായിക്കുന്നത്. വലഖദ് ലബ്ബൈതു ദഅവാത്തിൻ കസീറത്തിൻ മിൻ ഹാദിഹിൽ മുനാസബാതി ഫവജദ്തു അന്നഹാ ഇഹ്തിഫാഅത്തുൻ മശ്റൂഅത്തുൻ തഖ്തസിറു അലാ ഖിറാഅത്തിൽ ഖുർആനിൽ കരീം വബഅദി ജവാനിബി സീറത്തി സയ്യിദത്തി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മക്കയിലുള്ള മിക്ക വീടുകളിലും മൗലിദിന്റെ മജ്ലിസ് ഉണ്ട്. ഒരുപാട് ക്ഷണങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വഫീ ബഅദി ബുയൂതി അഹ്ലി മക്ക യുഖീമൂന ഇഹ്തിഫാഅൻ മുമാസിലൻ ലിസയ്യിദത്തി ഫാത്തിമ അസ്സഹ്റാ. ഫാത്തിമ ബീവിയുടെ മൗലിദും മക്കത്തുള്ള വീടുകളിൽ നടക്കാറുണ്ട്. നിരവധി വീടുകളിൽ ആ മൗലിദുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ വീടുകളിലേക്ക് ചെന്നാൽ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖദീജ ബീവിയുടെ മൗലിദാണ്, അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ മൗലിദാണ്.
മാത്രമല്ല പരിശുദ്ധമായ മക്കൽ മുക്കറമയിലെ ബാബുസലാമിന്റെ ചാരത്തിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളുടെ അതാ പ്രിയപ്പെട്ട ഭാര്യയുടെ മൗലിദോദിയിട്ട് ജനങ്ങൾ റാലിയായി പോകും. ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോയി സിയാറത്ത് ചെയ്യാറുണ്ടേ. അതാണ് മക്കക്കാരുടെ പതിവ്. ഏതോ ചില അല്പജ്ഞാനികൾ മക്കയിലില്ല മദീനയിലില്ല എന്ന് പറഞ്ഞ് മൗലിദുകൾക്കെതിരെ കയ്യേറ്റം നടത്താൻ വരുമ്പോ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ മൗലിദ് മക്കക്കാരായ പണ്ഡിതന്മാരും അതുപോലെ സാധാരണക്കാരും ചേർന്ന് നടത്തുകയാണ്. എന്നിട്ടതാ ഡോക്ടർ യമാനി തന്നെ എഴുതുകയാണ്. ആ വിഷയത്തിൽ മൗലിദ് കിതാബുകൾ തന്നെ വന്നിട്ടുണ്ട്. ആ മൗലിദ് കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഹുവ കിതാബു അൽ ബുശ്റാ ഫീ മനാഖിബി സയ്യിദത്തി അൽ കുബ്റാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അറിയപ്പെട്ട ഒരു മൗലിദ് ഗ്രന്ഥമുണ്ട്, അൽ ബുശ്റാ. ആ മൗലിദ് കിതാബ് എന്റെ കയ്യിൽ വാഹനത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി എന്ന മഹാനായ പണ്ഡിതൻ എഴുതിയതാണ്. വഹുവ ആലിമുൻ മിൻ ഉലമായി മക്ക. മക്കയിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ്. വൈജ്ഞാനിക ലോകത്ത് അറിയപ്പെട്ട നേതാവാണ്. ആ മഹാനവറുകൾ എഴുതിയ അൽ ബുശ്റാ എന്ന മൗലിദ് കിതാബ് വെച്ചിട്ട് മക്കത്തെ പള്ളിയിൽ നിന്ന് മൗലിദോദാറുണ്ട്, മക്കത്തെ വീടുകളിൽ മൗലിദോദാറുണ്ട്. ആ മൗലിദിൽ ഇങ്ങനെ മഹദിയുടെ ചരിത്രം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ നമ്മുടെ മങ്കൂസ് മൗലിദൊക്കെ ഓതുന്നത് പോലെ അതേ ഒരു ടോണാണ്. വലമ്മാ അറാദല്ലാഹു തആല ലഹാ അസ്സആദത്തൽ അബദിയ്യ വശറഫ വൽ ഫളല അലാ നിസാഇൽ ബരിയ്യ ഫഖ്താറത് ലിനഫ്സിഹാ സയ്യിദു വൽദി ആദമ അജ്മഈൻ الذي تكاملت فيه خصال الكمال والجلال എന്ന് തുടങ്ങിയിട്ടുള്ള മൗലിദിൽ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മക്കയിലെ പല വീടുകളിലും മക്കയുടെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചു തന്നെ മൗലിദോദിയിട്ട് വിശ്വാസികളായ ആളുകൾ മഹദിയുടെ ഖബറിടത്തിൽ സിയാറത്തിന് പോകുന്നു. ഉമ്മമാരെ, സഹോദരിമാരെ, മാറ്റിവെച്ച മൗലിദ് കിതാബുകളൊന്ന് തിരിച്ചെടുക്കട്ടെ. റമളാനിന്റെ രാവുകളിൽ പരിശുദ്ധരായ മഹാന്മാരുടെയും മഹദികളുടെയും മനാഖിബുകൾ പാരായണം ചെയ്യട്ടെ. അതെല്ലാം മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്ന മഹിതമായ മാതൃകയാണ്. നമ്മൾ അതെല്ലാം വിട്ടുകളഞ്ഞു പോയോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ജീവിതത്തിന്റെ മാപ്പ് വരച്ചിട്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ഔറത്ത് മറച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണം. ആരാധനയിൽ വ്യാപൃതയായി മുന്നോട്ട് പോകാൻ കഴിയണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. മുഹമ്മദ് ബാദ്ശാഹേ ദോ ജഹാൻ ഹേ, മുഹമ്മദ് ഖിബ്ലഗാഹേ ദോ ജഹാൻ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലോകത്തിന്റെയും രാജാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലഗാഹേ ദോ ജഹാൻ ഹേ, ഇരു ലോകത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമാണ്. മുഹമ്മദ് ശംഇ ഹേ ബസ്മേ ഖദം കി, മുഹമ്മദ് മാലികേ കോനോ മകാൻ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന്റെ മുഴുവനും നായകനാണ്. മാനവികതയുടെ മുഴുവനും രാജാവാണ്. ലോക സൃഷ്ടികളുടെ മുഴുവനും ഉന്നത ശ്രേണിയിലാണ്. മുഹമ്മദ് ഹേ ബഹാറേ ബാഗ് ഈജാദ്, മുഹമ്മദ് മഖ്സദേ ബർ ഐനു ആൻ ഹേ. കാലത്തിന്റെയും ലോകത്തിന്റെയും സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും കാരുണ്യത്തിന്റെ കരസ്പർശം നടത്തിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭവതികളുടെ ചരിത്രം പഠിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ റസൂലുള്ളാഹിക്ക് തണൽ നൽകിയ ഖദീജയിൽ നിന്ന് മാതൃക ഏറ്റെടുക്കണേ. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയ സല്ലാപങ്ങൾ. ഫയഖൂലുഹാ കാനത് വകാനത് കാനലി മിൻഹൽ ബനാതു വകാന അൻവാറുൽ ബനീൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മൃതിപദത്തിൽ കിടന്ന് എപ്പോഴും ഉയർന്നുയർന്നു വരുന്ന സ്മരണയാണ്. മറ്റ് ഭാര്യമാരോട് പറയും കാനത്ത് വകാനത്ത്, എന്റെ ഖദീജാനെ നിങ്ങൾക്കറിയില്ല, അവൾ അങ്ങനെയായിരുന്നു. എന്റെ ഖദീജാനെ നിങ്ങൾക്കറിയില്ല, അവരങ്ങനെയായിരുന്നു. എനിക്ക് സമാധാനം നൽകിയവരായിരുന്നു, എനിക്കെല്ലാം നൽകിയവരായിരുന്നു. കാനലി മിൻഹൽ ബനാത്ത്, സൈനബിനെ എനിക്കു നൽകി, ഉമ്മു കുൽസൂമിനെ എനിക്കു നൽകി, റുഖിയ്യയെ എനിക്കു നൽകി. പ്രിയപ്പെട്ട ഖദീജയെ പോലെ സേവനം ചെയ്യാൻ ഫാത്തിമാനെ എനിക്കു നൽകിയത് ഖദീജയാണ്. വകാന അൻവാറുൽ ബനീൻ, ആൺമക്കളെയും എനിക്ക് നൽകി. ദിക്റാകി ഹുബ്ബുൻ ഫീ ഫുആദിൽ മുസ്തഫ, ഓ ഭവതിയായ ഖദീജ, അങ്ങ് മക്കായിലെ ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പാതിരാത്രിയുടെ പഴുതിലും ഒരുപാട് ജനങ്ങൾ അവിടെ വന്ന പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്. ഇപ്പോഴും ഹറമിന്റെ വാങ്കുലി കേട്ടുകൊണ്ട് കിടക്കുന്ന മഹദിയാണ്. ഇപ്പോഴും ഇന്നലത്തെ ചരിത്രങ്ങളെ വിറക്കിക്കൊണ്ട് ഖബറിടത്തിൽ വിശ്രമിക്കുന്ന ഭവതിയാണ്. ജനലക്ഷങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ഖബർ ശരീഫിലാണ് കിടക്കുന്നത്. കാരണം എന്തേ? ദിക്റാകി ഹുബ്ബുൻ ഫീ ഫുആദിൽ മുസ്തഫ, നിങ്ങളെ കുറിച്ച് പറയൽ റസൂലുള്ളാഹിന്റെ ഖൽബിൽ സന്തോഷമാണ്, സ്നേഹമാണ്. ദിക്റാകി അത്റുൻ ഫീ ശിഫാഹിൽ ദാകിരീൻ, നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നവരുടെ അധരങ്ങളിൽ മധുരമാണ്, പറയുന്നവരുടെ ചുണ്ടുകളിൽ മനോഹാരിതയാണ്. അങ്ങനെയുള്ള നേതാവായ ഉമ്മ, ദിക്റാകി അഹ്മദു വർ-റിസാലത്തു വൽ-ഹുദാ, ഓ പ്രിയപ്പെട്ട ഉമ്മ, വിശ്വാസികളുടെ മുഴുവനും മാതാവല്ലേ റസൂലുള്ളാഹിന്റെ ഭാര്യ. അതുകൊണ്ടങ്ങ് മക്കായുടെ താഴ്വരയിൽ കിടക്കുന്ന ഉമ്മ, ഞങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവിനെ വിമർശകന്മാര് വേദനിപ്പിച്ച സമയത്ത് താങ്ങുകൊടുത്ത ഉമ്മ, അവിടുന്ന് ഹിറാ ഗുഹയിൽ നിന്ന് വെളിച്ചമേറ്റ് വാങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ പുതപ്പിച്ചു കൊടുത്തിട്ട് സ്നേഹചുംബനം കൊടുത്ത ഉമ്മ, ദിക്റാകി അഹ്മദു, നിങ്ങളെ ഓർക്കുമ്പോ വരുന്നത് ഹബീബാണ്. വർ-റിസാലത്തു വൽ-ഹുദാ, അല്ലാഹുവിന്റെ സമ്മാനമാണ് റിസാലത്ത്. അതിന്റെ വഴിയിലൂടെയാണ് അല്ലാഹു നമ്മോട് സംസാരിച്ചത്. അല്ലാഹുവിന്റെ സമ്മാനമായ റിസാലത്തിനെയാണ് ഓർമ്മ വരുന്നത്. ദിക്റാകി ഇസ്ലാമുൻ വ ഈമാനും വ ദീൻ, പ്രിയപ്പെട്ട ഉമ്മ, ഓർക്കുമ്പത് ഇസ്ലാമാണ്, ഈമാനാണ്, ദീനാണ് ഞങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ലോക ചരിത്രത്തിന്റെ ഗിരിശൃംഗത്തിൽ നിന്ന് പുണ്യ നബിയുടെ അരമനയിലൂടെ മാനവികതയ്ക്ക് ലോക അല്ലാഹുവിലേക്കുള്ള കവാടം തുറന്നു തരുന്നതിൽ കൂട്ടുകാരിയായ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാ, അല്ലാഹു തആല മഹദിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ മുഴുവനും വർഷിച്ചു തരുമാറാകട്ടെ.
അവരുടെ രക്തം സിരകളിൽ ഒലിക്കുന്ന മക്കളുണ്ട് ഈ വേദിയിൽ. ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ ഉമ്മമാരെ എണ്ണി എണ്ണി പോകുമ്പോ അത് ഹുജൂനിലാണ് എത്തിപ്പെടുന്നത്. അവിടെയാണ് ഫാത്തിമ ബീവിയുടെ ഉമ്മ കിടക്കുന്നത്. അല്ലാഹുവേ, ഒരുപാട് തവണ ആ സ്നേഹസവിധത്തിൽ ചെന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളുടെ ഉമ്മാന്റെ മുമ്പിൽ നിന്നൊന്ന് സലാം പറയാൻ അവസരം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുമോ? ഇതുവരെയും നമ്മൾ ഒരർത്ഥത്തിൽ ഒരു മൗലിദോദിയവരാണ്, വേറെ ആരുടെയും മൗലിദല്ല. ലോകത്തിന്റെ മുഴുവനും നേതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മാന്റെ മൗലിദോദിയതാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ വർഗത്തിൽപ്പെട്ട ഭക്ഷണത്തെ സ്നേഹിക്കൽ, അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. ഹബീബിന്റെ മദീനയെ സ്നേഹിക്കൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഖൈറുൽ ഖുറൂനി ഖർനീ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയേണ്ടത് അൽ ബത്തൂൽ അസ്സഹ്റാ ഖദീജ ബീവിയുടെ പൊന്നുമോളാണ്. ഒരു ദിവസം കൊണ്ട് എവിടെ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തു ചെയ്യാനാണ്, പ്രധാനപ്പെട്ട ചിലത് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. കാരണം മഹാന്മാരുടെ ചരിത്രം, മഹദികളുടെ ചരിത്രം അത്ര വിശാലമാണ്. മഅദിനിൽ ആദ്യത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് പറഞ്ഞ് 2-ാം ദിവസം ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ആദ്യ ദിവസം പറഞ്ഞപ്പോ ആമുഖം പോലും കഴിഞ്ഞില്ല. ഇന്നുകൂടി പറഞ്ഞപ്പോൾ അല്പം തട്ടിമുട്ടി എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അബൂ ഹുറൈറ തങ്ങളുടെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ തലങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നെ എപ്പോഴോ പറയാം. അതുകൊണ്ട് പറഞ്ഞ ഭാഗങ്ങൾ ലഭ്യമായത് നിങ്ങൾ കരുതാൻ ശ്രമിക്കണം. ഇന്നത്തെ ഇൻഷാ അല്ലാഹ് നാളെ ഈ നഗരിയിൽ എത്തുന്നതാണ്. നാളെ നമുക്ക് ഇമാം ബുഖാരി തങ്ങളുമായിട്ട് മഅദിനിൽ വെച്ചുകൊണ്ട് സംവദിക്കണം. രാത്രിയാകുമ്പോ അല്ലാഹു ആയുസ് നൽകിയാൽ സഹ്റാ റളിയല്ലാഹു അൻഹയുമായി ഇവിടെ നമുക്ക് പരിചയപ്പെടണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ നീ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. രക്ഷിതാക്കളെ, വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഉമ്മമാരുടെ ചരിത്രം. ഉമ്മ പെങ്ങന്മാരെ, വീട്ടിൽ വെച്ച് പെൺമക്കളെ പഠിപ്പിക്കേണ്ടത് ആ വഴിയിലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോയ മഹദികളുടെ ജീവിതം പകർത്താനാണ്. എന്നാലല്ലേ സ്വർഗത്തിലെത്തൂ. സ്വർഗത്തിൽ പോകണമെന്ന ആശയും നരകത്തിൽ പോകുന്നവരുടെ പിന്നിലുള്ള സഞ്ചാരവും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് വരണം ഹബീബിന്റെ വഴിയിലേക്ക്. മദീനയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന ഹൃദയങ്ങളായി മാറാൻ അവസാനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്ക് കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളെ നിർത്തി നീട്ടുകയല്ല. എനിക്കൊരു ലക്ഷ്യം ഈ സദസ്സിന്റെ പിന്നിലുണ്ട്, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. ഈ ജീവിതം മുഴുവനും റസൂലുള്ളാഹിനെ പറയണം, ഹബീബിന് ഇഷ്ടമുള്ളവരെ പറയണം. ഖദീജ ബീവി പറഞ്ഞാൽ റസൂലുള്ള തട്ടൂലല്ലോ, ആയിഷ ബീവി പറഞ്ഞാൽ റസൂലുള്ള ഒഴിവാക്കൂലല്ലോ, ഫാത്തിമ നിർബന്ധം പിടിച്ച് കരഞ്ഞാൽ നബി തങ്ങളെ വിട്ടൊഴിയൂലല്ലോ. അങ്ങനെ ഇവരെ എല്ലാം പറയുമ്പോ എല്ലാവരും ഒന്ന് റസൂലുള്ളാഹിനോട് പറയണം, തങ്ങളെ മജ്ലിസുകളിൽ ഞങ്ങളെ പറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ഉമ്മ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ പറയണം, നബിയേ, ആള് മോശക്കാരനാണെങ്കിലും എന്റെ പേര് കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞ ആളാണ്, അതുകൊണ്ടൊന്ന് പരിഗണിക്കണേ നബിയേ. ഫാത്തിമ ബീവി പറയണം, ഉപ്പാ
വലിയ ഇബാദത്തൊന്നുമില്ലാത്ത ആളാണെങ്കിലും എന്റെ മദ്ഹ് പറയുന്ന ആളാണ്. അബൂ ഹുറൈറ തങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ റസൂലുള്ള ചോദിക്കും, ആ ദൗസുകാരനായ കുട്ടി എവിടെ? അബൂ ഹുറൈറ തങ്ങൾ പറയണം, നബിയേ ഈ വിദ്യാർത്ഥിയെ ഒന്ന് പരിഗണിക്കണം. അങ്ങനെ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുമിച്ചങ്ങ് ശുപാർശ ചെയ്യുമ്പോ ഒരുപാട് തവണ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, ആത്മീയമായി ഹബീബിനെ ഒന്ന് ദർശിക്കണം. അവസാനം മരിക്കുന്ന സമയത്ത് ആ റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് കണ്ട് മരിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ഒരു പുതിയ വിവരവും നൽകാൻ ഞാനൊരു ആലിമല്ല, ഞാനൊരു വിവരമുള്ളവനല്ല. പക്ഷേ റമദാനിന്റെ രാത്രിയിൽ മഹാന്മാരുടെയും മഹദികളുടെയും മൗലിദോതുമ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊന്ന് നന്നാവാനാണ്. മുഹിബ്ബുകളെ, ഒരുപാട് പേരെ നമ്മൾ സ്വപ്നം കണ്ടില്ലേ, എന്നാൽ ആദ്യം കാണേണ്ട റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ? റമദാനിന്റെ ഈ രാത്രിയിൽ അല്ലാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ആ സമ്മാനമൊന്ന് വാങ്ങേണ്ടതില്ലേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനേ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു തരണേ റഹ്മാനേ, ആ ഹബീബിന്റെ മുഖമൊന്ന് പരിചയപ്പെടുത്തി തരണേ റഹ്മാനേ. ആ ആത്മാർത്ഥമായ ചിന്തയോടെ ഒരൽപ്പ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള ഖൽബ് വേണം. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ചേരാൻ കഴിയണം. പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അരമനയിലേക്ക് വരും. നമുക്ക് കാണാനാകും ഇൻഷാ അല്ലാഹ്. മുഹിബ്ബുകളെ കൈയൊഴിയുകയില്ല. ആ മഹബ്ബത്തിലേക്ക് നമ്മെ അല്ലാഹു ഉയർത്തി തരട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി മൗലായ വസല്ലിം ദായിമൻ അബദാ ലിൽ ഖൽഖി കുല്ലിഹിം ولن يليق رسول الله جاهك بي إذا الكريم تجلى باسم منتقم مولاي اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439, 9249946233, 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.